ഈ ഡെൽറ്റ ഫോഴ്സ് ആണ് വെനസ്വേലയിൽ പോയിട്ട് മഡൂറോനെ ക്യാപ്ചർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നത്, അദ്ദേഹത്തിൻ്റെ വൈഫിന്. അപ്പോൾ ഇപ്പോൾ ഇറാനിൽ അത് കഴിഞ്ഞ ശേഷം ഇറാനിൻ്റെ സമയം അടുത്ത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ട്. അവിടെ ആക്ച്വലി 500% താരിഫ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നവർക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ 500% ഒക്കെ പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ഇത് US തന്നെ എഫക്ട് ചെയ്യുക. ഈ ടാരിഫ് കൊടുക്കുന്നത് ആരാണ്? US കമ്പനീസ് ആണ്. ലോകം ബാക്കിക്കാണോ പോകണമെന്ന് തോന്നുമ്പോഴും പക്ഷേ നമ്മൾ ലൈക്ക് ഇങ്ങനത്തെ സെഗ്മെന്റ്, ഈ ഒരു സെഗ്മെന്റ് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ എലൻ മസ്ക് അല്ലെങ്കിൽ മെറ്റ, എൻവിഡിയ, ഈ ഒരു സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ ഫുള്ള് ഫ്യൂച്ചറിസ്റ്റിക്കാണ്. ലോകം ഫുൾ ഹൈ സ്പീഡിലാണ് മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കണേ. SpaceX ഒക്കെ തുടങ്ങിയ ടൈമിൽ അത്രയും ബിഗ് ഫെയിലിയർ ആയിരുന്നല്ലോ, എത്ര മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ് ആയിരുന്നു. എന്നിട്ടും ഇപ്പോൾ തോറ്റെടുത്തില്ല. അത്ര തകർന്ന് തരിപ്പണാണെങ്കിലും എനിക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാനിത് ചെയ്തെടുക്കും എന്നുള്ളൊരു വാശിക്കാരനാണ് മൂപ്പര്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷനറിയാണ്. അപ്പോൾ സ്പേസിൽ ഒരുപാട് കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാണ്ട്. അതായത് ഇലോൺ മസ്കിൻ്റെ ഒക്കെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ അംബാനീൻ്റെ ആസ്തി എത്രയാണ്, അത്രയും ആസ്തിയാണ് ഒറ്റ ദിവസം കൊണ്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഇലോൺ മസ്ക്. ഷോപ്പിഫൈ ChatGPT ഇന്റഗ്രേഷൻ വരുന്നുണ്ട്. അത് എപ്പോഴാണ് ലോഞ്ച് ആവുന്നത് നമുക്കറിയില്ല. പക്ഷേ ബേസിക്കലി ChatGPT ഈ പ്രൊഡക്റ്റ് അടിച്ചു കൊടുത്തത് ഇപ്പോൾ സ്കേറ്റ് ബോർഡിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തെ പറ്റി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ChatGPT നമുക്ക് ഡയറക്റ്റ് ബൈ ചെയ്യാൻ പറ്റും. ChatGPT ആപ്പ് ഇവർ എക്കണോമിക് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഫാമിലിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജപ്പാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളൊരു ഗോൾഡൻ ഡിസ്കിനെ പറ്റി പറഞ്ഞിരുന്നു. ഏലിയൻസിനുള്ളൊരു മെസ്സേജ്. നമ്മളെ ഭൂമിയിലുള്ള 52ഓളം ലാംഗ്വേജുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഡിസ്ക് ഉണ്ട്, ഒരു ഗോൾഡൻ ഡിസ്ക്. അത് കൂടാതെ നമ്മളെ ഹ്യൂമൻ അനാറ്റമിയും ഇവിടുത്തെ കുറേ പിക്ചേഴ്സും എല്ലാം വെച്ചിട്ട് അഥവാ ഒരു ഇൻ്റലിജൻറ്റ് ലൈഫിനെ കിട്ടുകയാണെങ്കിൽ നമ്മളെ ഹ്യൂമൻസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യാൻ. ഗൈസ് വി ആർ ബാക്ക് വിത്ത് അനദർ എപ്പിസോഡ്. എല്ലാവരും നമ്മൾ നാലാള് സുജിത് ഭക്തൻ്റെ എപ്പിസോഡിൽ ഇരുന്ന്, പക്ഷെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മളടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞില്ല നിങ്ങൾ 4 ആൾക്കാരുള്ള എപ്പിസോഡാണ് ഇഷ്ടം കാണാൻ. അതെ, ഒരുപാട് ആൾ പറഞ്ഞു. വായി എന്തുകൊണ്ട് ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിന്റെ രീതിക്കാണ് കാര്യങ്ങൾ പോണത്. ലൈക്ക് സംസാരം ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ സ്വിച്ച് പത്ത് വന്നപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മള് ആ രീതിക്കാണല്ലോ ഡിസ്കഷൻ കൊണ്ടുപോയത്. പിന്നെ മൂപ്പരായ ഒരു ലെവലിലേക്ക് നമ്മൾ വരും. ഓരോ ഗസ്റ്റ് വരുമ്പോൾ ആ ഗസ്റ്റിന്റെ ഒരു ലെവലിൽ നിന്നാണ് സംസാരിക്കുക. നമ്മളതാകുമ്പോൾ നമ്മുടെ ലെവലാണ് എല്ലാവർക്കും വേണ്ടത്. അല്ല, നമ്മളെ പോഡ്കാസ്റ്റിന് ഒരു ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ തുടങ്ങിയ ടൈമിൽ 4 ആൾക്കാർ വെച്ചിട്ട് പല പല കാര്യങ്ങൾ പല ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. പിന്നെ ഗസ്റ്റുകൾ വന്നപ്പോൾ ഒരുപാട് ഇങ്ങോട്ട് സ്റ്റാൻഡേർഡ് കൂടിയോ. നമ്മൾ കുറേ കാര്യങ്ങളിൽ സാധാ ഒരുപാടുള്ള പോഡ്കാസ്റ്റുകളെ പോലെ ആയി മാറി. ഐ മീൻ എന്നാലും നമ്മൾ ഇന്റർവ്യൂ ആക്കി മാറ്റിയിട്ടില്ല. അതാണ് എന്താ സംസാരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടം തോന്നുന്നത് ഇങ്ങനത്തെ കാഷ്വൽ കോൺവെർസേഷൻസ് ആണ്, കുറച്ചുകൂടി വിത്ത് വാല്യൂ. അതെ, അത് ശരിയാണ്. അല്ല, ഗസ്റ്റ് വരുമ്പോൾ എന്താ പറയാ, ഇപ്പൊ ഗസ്റ്റിനെ നമ്മൾ ബഹുമാനിക്കും. സ്വാഭാവികം നമ്മളും ആ ഒരു സെറ്റപ്പിൽ ഇരിക്കും. ഗസ്റ്റിനോടുള്ള ഒരു ഇതും ഒരു ബഹുമാനം കൊടുക്കുന്ന രീതിയിലൊക്കെ സെറ്റപ്പിൽ ഇരുന്ന് അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു പക്ക ഒരു ഫിലിം ടൈപ്പ് ലൈക്ക് ആ ഒരു സ്ട്രക്ചർ ഇതിലേക്ക് മാറുകയാണ്. എനിക്ക് ഷർഫുദ്ദീനായിട്ടൊക്കെ ചെയ്ത എപ്പിസോഡിൽ എങ്ങനെ ഫസ്റ്റൊക്കെ സീരിയസ് ആയി എനിക്കിത് ഒരു ഇന്റർവ്യൂ ആയി മാറുന്നത് ഭയങ്കര എന്ത് കൂളായിട്ട് ആളായിട്ട് സംസാരിക്കണം. ഓഫ് മൈക്കൊക്കെ താഴൊക്കെ പോയി മുമ്പിലായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ അടിപൊളി. അതേപോലെ തന്നെ ഡോക്ടർ നിലൂഫർ ഷെരീഫ് അവരൊക്കെ അടിപൊളിയായിട്ട് അല്ലേ കുറേ. പിന്നെ അതന്നെ, പിന്നെ നമ്മൾ കുറേ ഗസ്റ്റ് നാട്ടിൽ പോയിട്ട് നമ്മൾ 7 എപ്പിസോഡ് ഷൂട്ട് ചെയ്തു. നമ്മൾ എറണാകുളം, ബാംഗ്ലൂർ, കാലിക്കറ്റ് എല്ലായിടത്തും പോയി സ്റ്റുഡിയോ എടുത്ത് നമ്മളെ ചെയ്യാൻ പറ്റി മാക്സിമം ചെയ്തു. നാട്ടിലുള്ള ടൈമിൽ അതാണ് നമ്മൾ ഇവിടെ ഗസ്റ്റുകളെ കിട്ടാത്തൊരു പ്രശ്നങ്ങളുണ്ട്. അവിടെ എത്തിയിട്ട് നമ്മൾ മാക്സിമം ചെയ്തു. ഇനിയിപ്പോൾ അവിടെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണ ഗസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ട്രാക്ക് ചെയ്ത് ആരെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയാം, നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാൻ നോക്കാം. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, നമുക്ക് ഇവിടെ ഗസ്റ്റുകളെ നാട്ടിൽ കിട്ടണ മാതിരി കിട്ടൂല. ഇനി ഏപ്രിലിൽ പോയിട്ട് കുറച്ച് പൊളിറ്റീഷ്യൻസിനെ ചെയ്യണം, അതൊരു ലക്ഷ്യമാണ്. ഏപ്രിലിൽ ഞാൻ നടത്തുമ്പോൾ ഇൻഷാല്ലാ. അതെ, നിങ്ങൾ ഏത് പൊളിറ്റീഷ്യനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. ഏത് പൊളിറ്റീഷ്യനാകാം, BJP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആരാഴ്ച ആയിക്കോട്ടെ. നിങ്ങൾ എന്നാ പോണ്? ഞാൻ മെയ്ക്കാണ് പ്ലാൻ ചെയ്യണം. പക്ഷേ നേരത്തെ പോകണമെങ്കിൽ പോവുക ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ടോപ്പിക്സിലോട്ട് വരാം ഗൈസ്. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിഷയം? എന്താണ് ന്യൂസ് ഫുള്ള് ട്രംപ് അല്ലേ? ട്രംപ് അതായത് അമേരിക്ക വിചാരിച്ച എന്തും നടക്കും എന്നുള്ളൊരു തോട്ടൊക്കെ എത്തിക്കണേ. പക്ഷെ എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല, സത്യം പറയാലോ. അത് മാറണം, സത്യമായിട്ടോ മാറണം. അതായത് അമേരിക്കൻ വിചാരിക്കുകയാണ് നാളെ ഇന്നാളെ പൊക്കണം, ഇന്നാളെ ചെയ്യണം, ഇന്ന കൺട്രീനെ എന്നെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചെയ്യണേ. അതെല്ലായിടത്തും ഒന്നും പോസിബിൾ അല്ല.
ഇപ്പോൾ ഈ വെനസ്വേലൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറേ മാസങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ മുകളിലൊക്കെ നിന്ന് പ്ലാൻ ചെയ്ത് സ്കെച്ച് ഇട്ടിട്ട് ചെയ്തിട്ട് സംഭവമാണ്. ഇതിപ്പോൾ എനിമി ഉള്ളിലുണ്ടായതുകൊണ്ടാണ് പുറമെന്ന് അമേരിക്കക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ആരെങ്കിലും ഒരാൾ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല, ഇന്ന ലൊക്കേഷനിലാണ് ആളുള്ളത്. ഇപ്പോൾ ഫ്ലോറിഡയിൽ നിന്ന് അരമണിക്കൂറുള്ളൂ പിന്നെ ഇങ്ങോട്ട് യാത്ര ചെയ്യേണ്ട ആവശ്യം വന്നുള്ളവർക്ക്. അവർ വന്നിട്ട് എന്ത് ചെയ്ത് അയാളെ ക്യാപ്ചർ ചെയ്ത് ഒരു ഹാഫ് ആൻ അവറിൻ്റെ പിന്നെ ഓപ്പറേഷനാണത്. പക്ഷെ ഒരു കൺട്രിയും ഒന്നും യുണൈറ്റഡ് നേഷൻസ് ആരാണെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ യുഎസിനെതിരെ. വൈ നോട്ട്? നമ്മൾ വില്ലന്മാരായി സമൂഹം കാണുന്ന ആൾക്കാർ മാത്രമേ പ്രതികരിച്ചതുള്ളൂ. ലൈക്ക് ആരൊക്കെ? പുടിൻ പറഞ്ഞു, പിന്നെ കിം ജോങ് ഉൻ പറഞ്ഞു, പിന്നെ ആയത്തുള്ള ഖൊമൈനി പറഞ്ഞു. പക്ഷെ ആർക്കും ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. ആർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല എന്തെങ്കിലും അതിലൊന്നും ചെയ്യാൻ വേണ്ടിട്ടേ ഇടപെടാൻ പറ്റില്ല. അത് പറ്റില്ലല്ലോ. ഇപ്പം അങ്ങനെയല്ലേ, നമുക്കത് അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. US ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. UN അതിന്റെ ഇതാണ് ബേസിക്കലി. ഇപ്പോൾ പല കൺട്രീസും US-നെതിരെ സംസാരിക്കാൻ പറ്റാത്ത, US-ന് അത്രയും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന കൺട്രീസാണ് കുറേയൊക്കെ. ഇപ്പോൾ യൂറോപ്പ് ആണെങ്കിലും നാറ്റോൻ്റെ ഒക്കെ കുറേ പവറിൽ ഇവർക്ക് ഈ പുടിനായിട്ടുള്ള ഇതിലൊക്കെ ചേർത്ത് നിൽക്കാനൊക്കെ നാറ്റോ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ US മിലിറ്ററി സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് കൺട്രീസ് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പോൾ US-നെതിരെ പറയാൻ പക്ഷെ അങ്ങനെയല്ല, ഒരു 100% കൺട്രോൾ ഒരു രാജ്യത്തിലവർക്ക് എടുക്കണം തന്നെ. മിഡിൽ ഈസ്റ്റിലൊന്നും സക്സസ് ആയിട്ടില്ല. അല്ല, ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ അവരുടെ അടുത്തുനിന്ന് പാടിയ സംഭവമാണ്, സക്സസ് അല്ല. എത്ര ഇയേഴ്സ് നിന്ന് $20 ട്രില്യൺ അടുത്ത് അങ്ങനെ സ്പെൻഡ് ചെയ്തു. സോ കോൾഡ് പിന്നെ തീവ്രവാദി പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായത് അറിയാലോ. അല്ല, US ഇൻവൈഡ് ചെയ്ത കൺട്രിയോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കൺട്രി പോയിട്ട് എന്തെങ്കിലും യുദ്ധം ചെയ്തതായിട്ടുള്ള കൺട്രിയോ ഏതെങ്കിലും കൺട്രി കഴിച്ചിലായിട്ടുണ്ടോ അവർ? കാരണം അല്ല, ഞാൻ രക്ഷപ്പെട്ടതായിട്ടില്ല. വിയറ്റ്നാം മുതൽ ഇന്നിപ്പോ എന്താ പറയാ, ഒരു കയ്യിൽ നിന്ന് അങ്ങോട്ട് പാളിയും തോന്നിയാൽ പിന്നെ ഇവരാണ്ട് ഒഴിഞ്ഞു പോണ്. പിന്നെ രാജ്യത്തിന്റെ ഒരു ചാപ്പകുത്താണ് ഇവരിങ്ങനെ ഒരു റോങ് മെസ്സേജ് കൊടുക്കണം. അഭിപ്രായത്തിലുണ്ടല്ലോ, ഫസ്റ്റ് പ്ലേസ് തന്നെ ഒരു ഉദ്ദേശം ആ കണ്ടനെ രക്ഷിക്കണം എന്നുള്ളതല്ലല്ലോ. ഇപ്പോൾ വെനസ്വേലൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ഇവർ പറയണത് എന്താണ്? അവിടുത്തെ ഡെമോക്രസി കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുവരണം, അവിടുത്തെ ജനങ്ങൾക്ക് നല്ലൊരു ലിവിങ് സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് മീൻസ് അവിടുത്തെ സ്റ്റേബിൾ ആക്കണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനു വേണ്ടിയാണോ? അതിനു വേണ്ടിയാണോ? അല്ല, പുറത്ത് കാണിക്കുന്ന ആവശ്യങ്ങളാണോ ഉള്ളിലുള്ളത്? അതാണ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് US-ന്റെ ഉദ്ദേശം അതല്ല. പിന്നെ എങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഈ ഇൻവേഡേഷൻ ശേഷം നല്ലൊരു സ്റ്റേറ്റിക്ക് ഇത് വരും എന്നുള്ളത്? വെനിസ്വേലക്ക് ഒരുപാട് റിസർവ്സ് ഉള്ള നാച്ചുറൽ റിസർവ്സ് ഉള്ള രാജ്യമാണ്. നിങ്ങൾ ഒരു വീഡിയോ ഷെയർ ചെയ്തില്ല, പാകിസ്ഥാൻ അത് കുറേ മുമ്പുള്ള മുഷറഫിൻ്റെ ഒരു സീക്രട്ട് മീറ്റിംഗ്. അത് ശരിയാണോ യഥാർത്ഥത്തിലുള്ള വീഡിയോ ആണോ AI ആണോ എന്നറിയില്ല. അതിലവർ പറയുന്നുണ്ട്, നിങ്ങളെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ അൽ-ഖൈദ, ISIS, ടെററിസം ഇതൊക്കെ ഇവർക്ക് കൊടുക്കാൻ പറ്റണം, ജനങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റണം. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഒരു ലൈക്ക് വരാൻ പോകുന്ന ഒരു സന്ധി സംഭാഷണം എന്ന് പറയുന്നത് ഒരു സീക്രട്ട് കോൺവെർസേഷൻ. അതെ, ഒരു അടച്ചിട്ട മുറിയിലുള്ള ഒരു കോൺവെർസേഷനാണത് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. എന്തായാലും പിന്നെ ഈ ഡെൽറ്റ ഫോഴ്സാണ് വെനസ്വേലയിൽ പോയിട്ട് മഡൂറോനെ ക്യാപ്ചർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നത്, അദ്ദേഹത്തിൻ്റെ വൈഫിന്. അപ്പോൾ ഇപ്പോൾ ഇറാനിൽ അത് കഴിഞ്ഞ ശേഷം ഇറാനിൻ്റെ സമയം അടുത്ത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ട്. അവിടെ കുറേ കൺട്രി അവിടുത്തെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ സുപ്രീം ലീഡറിനെതിരായിട്ടുള്ള ആൾക്കാർ സമരമൊക്കെ ചെയ്യുന്നുണ്ട്. സ്ട്രീറ്റിലൊക്കെ ഇറങ്ങിയിട്ട് പുള്ളിക്കാരൻ്റെ പോസ്റ്റർ കത്തിക്കുന്നു, അതേപോലെ സ്ട്രീറ്റിൻ്റെ പേര് മാറ്റുന്നു, ട്രംപ് എന്നൊക്കെ ഇടുന്നുണ്ട് ഒരു സ്ട്രീറ്റിൻ്റെ പേര്. അങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇറാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ മൊസാദിൻ്റെ സ്പൈസാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരെ പൊക്കുന്നുണ്ട്. അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ഈ സമരത്തിന് ഫണ്ട് ചെയ്യുന്നവരാണ് പറഞ്ഞിട്ട് അത്ര 6 ആൾക്കാരെ ഒരു വീക്കിൽ തൂക്കിക്കൊന്നു. അപ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ ഈ ഡെൽറ്റ ഫോഴ്സ് ഇറാനിൽ പിന്നെ ഇറാനിലെ സുപ്രീം ലീഡറിനെ പിന്നെ ഇതാക്കാനില്ല, എതിരെ അല്ല, വേറൊരു ഓപ്പറേഷനായിട്ട് 1980 ഇറങ്ങിയിട്ടുണ്ട്. അവിടെ US ആർമിയിലുള്ള കുറച്ച് ആൾക്കാരെ ഇറാൻ ബന്ദികളാക്കി വെച്ചപ്പോൾ. പക്ഷേ അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, അവർ തിരിച്ചു പോകേണ്ടിയിരുന്നു.
ഈ മധുരനെ പിടിച്ച സമയത്തെ സോഷ്യൽ മീഡിയയിലെ കുറെ ആൾക്കാർ ചർച്ച ചെയ്ത ഒരു സാധനമാണ് മൂപ്പരിട്ട ആ കോസ്റ്റ്യൂം ഉണ്ടല്ലോ. ഏറ്റവും കൂടുതൽ പിന്നെ ബെനിഫിറ്റ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് നൈക്കിനാണ്. നൈക്കിന് അൺപെയ്ഡ് ആയിട്ട് ഇത്ര നല്ലൊരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. ആ സ്വെറ്റ് ഷർട്ട്സും സോൾഡ് ഔട്ട് ആയല്ലോ. നൈക്കിന്റെ സ്റ്റോക്ക് നല്ല രീതിയിൽ പിന്നെ ആ സമയത്ത് ബൂം ഉണ്ടാവുകയും ചെയ്തു. അതേപോലെ തന്നെ ആ ഗ്ലാസ് ഒക്കെ ഏതാ ബ്രാൻഡ്, കുറെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസ് അത് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പിന്നെ ഡ്രസ്സ്, ഈ കോസ്റ്റ്യൂം പിന്നെ ഈ ബ്രാൻഡിന്റെ ആണ്, സ്പെക്സ് ബ്രാൻഡിന്റെ ആണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരുപാട് ആള് ഇത് സ്റ്റോക്ക് ഔട്ട് ആയി. പുള്ളിക്കാരനെ കൊടുന്ന ശേഷം എത്ര തവണ ഡ്രസ്സ് മാറ്റിയിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ ന്യൂസ് ലൈക്ക് ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, ഇത് പ്ലാൻഡ് ആണ്. കാരണം പുള്ളിക്കാരൻ എന്താ ഫാമിലി ആയിട്ട് മൂവ് ചെയ്ത്, അതായത് യുഎസും പുള്ളിക്കാരും തമ്മിലൊരു അന്തർധാര സജീവമാണ്. ആ രീതിക്ക് അവർ ഫുള്ള് അവരുടെ റിസോഴ്സസ് പുള്ളിക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ ചെയ്താണ് ഇതൊക്കെ സ്റ്റേജ് ചെയ്ത്. അങ്ങനെ ഒരുപാട് ലൈക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഒരു 100 അഭിപ്രായമാണ് ഈ ഒരു കാര്യത്തെ പറ്റി. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഓയിൽ റിസോഴ്സ് ഉള്ള കൺട്രിയാണ് വെനസ്വേല, സൗദി ഇന്ത്യയിലേറെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അന്ന് ആരൊക്കെ കമന്റ് ഇട്ടിരുന്നു അവിടുത്തെ ഓയിൽ പോരാ, ഓയിൽ മറ്റേ പപ്പടം ഉണ്ടാക്കണ ഓയിലല്ല. അല്ല, ഓയിൽ നമുക്ക് അത്ര ഞാനല്ലാത്തോണ്ടേ ക്രൂഡ് ഓയിൽ ആണല്ലോ കിട്ടുന്നത്. പിന്നെ നമ്മള് എങ്ങനെ റിഫൈനറി പ്രോസസ് എങ്ങനെയാന്നുള്ളത് ആ കൺട്രീനല്ലേ ഡിപ്പെൻഡ് ചെയ്യാം. ചിലപ്പോ ഒരു റിഫൈനറിയിലുള്ള ആൾക്കാരേക്ക് ഓയിലിനെ പറ്റി വലിയ ഞാനുള്ള ആൾക്കാരെ നമ്മളല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കമന്റ് ചെയ്യാതിരുന്നത്. പക്ഷെ US എത്ര കാലം എടുത്തത് നാവല്ലേ ഇതിന്? എന്താ വെച്ചാൽ അവർക്ക് എടുത്തല്ലേ, അപ്പൊ അവർക്കാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഓയിലിന്റെ ഇപ്പൊ ഒരു നീഡ് വന്നതുകൊണ്ടാണെങ്കിലോ ലിസ്റ്റിന്റെ ലിസ്റ്റ് ഒക്കെ ഇങ്ങനെ പതിയെ ലീക്ക് ആകുമ്പോ അതിനോടുള്ളൊരു അറ്റൻഷൻ. അതെ, ഡൈവേർട്ട് ചെയ്യാം. അത് കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ഒരു ഐസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതില്ലേ, ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, അവരിപ്പോൾ അവിടുത്തെ ഒരു വൈറ്റ് ലേഡിനെ വെടിവെച്ച് കൊന്നല്ലോ. ഒരു സാധാ നേറ്റീവ് അമേരിക്കൻ ഒരു വൈറ്റ് ലേഡിനെ അവരെ പിന്നെ വെടിവെച്ച് കൊന്നു. പിന്നെ അങ്ങനെ അത് പ്രശ്നമാണ് ഇപ്പോൾ. ഞാൻ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടു. അവർ റാൻഡമായിട്ട് ഇങ്ങനെ റേഷ്യലി ആയിട്ട് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് ചെന്നിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കുന്നത് അനാവശ്യമായിട്ടാണെന്ന് നമുക്ക് ആൾക്കാർ പറയുന്നതാണ്. അങ്ങനെ ചെക്ക് ചെയ്യുന്നത്, അങ്ങനെ കൂട്ടത്തിൽ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഒരു ലേഡിൻ്റെ അടുത്ത് അവർ ചെന്നിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ ലേഡി വണ്ടി ഓടിച്ചോണ്ട് പോയി. അപ്പോൾ ലേഡി വണ്ടി വെപ്പണായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വെടിവെച്ചത്. ലൈക്ക് അവർ എക്സ്പ്ലനേഷൻ തന്നെ. ഇതിപ്പോൾ അതിൻ്റെ ശേഷം എന്താ സംഭവം ഉണ്ടായതെന്ന് അറിയാമോ? ഇപ്പോൾ 2026 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് US അപ്പോൾ ഈ ഐസ് കാരണം ഇങ്ങനെ കുറേ ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ആ ഒരു ലേഡിയുടെ കാര്യം മാത്രമല്ല, US ആ ഒരു സിറ്റിസൻ്റെ കാര്യം മാത്രമല്ല, വേറെയും പ്രോപ്പറായിട്ട് ലീഗലായിട്ട് ഇമിഗ്രൻ്റ് ആയി നിൽക്കുന്ന ആൾക്കാരുണ്ട് ടാക്സ് കൊടുത്തിട്ട്. അവരെ പോലും പുറത്താക്കുന്നുണ്ട് കൺട്രിയിൽ. അല്ലെങ്കിൽ പിന്നെ ഒരാൾ കല്യാണം കഴിച്ചു വന്ന മെക്സിക്കോ എന്നൊക്കെ കല്യാണം കഴിച്ചു വന്ന വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ കുട്ടികളായിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐസ്. ഒരു ദിവസം എത്രയോ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു പ്രീ എലക്ഷൻ, ഇതാവും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2026 ഇലക്ഷൻ ഈ ഒരു വീക്കിൽ തുടങ്ങിയതാണ്, ബോയ്ക്കോട്ട് 2026 വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അങ്ങനൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. സംഭവം ചില ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ പോയാൽ തിരിച്ചു വരും എന്നുള്ളതിന് എന്താ തെളിവ്? ഒരു ദിവസം 300-400 ആൾക്കാർ വെടിവെച്ച് മരിക്കണ സ്ഥലമാണ് US. ലീഗലി കയ്യിൽ വെക്കുന്ന രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതൊരു അവരെ മുമ്പിലുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇന്ന് ഇവിടെ ഉള്ളൊരു MP ഒരു ട്വീറ്റ് ചെയ്തിരുന്നു Xൽ, ബുദ്ധിയുള്ള ആരും US പോയി കണ്ട് വേൾഡ് കപ്പ് കാണില്ല എന്നിട്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പ്രശ്നം അതിനൊന്നും പാടിയും ആ ഒരു ഇതിനെ ഒരു തീ ഒന്നും പാടിയും കൂട്ടി ഈ ലേഡിയുടെ ഒരു മരണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ കഴിയൂടാ, അങ്ങനെ ഒരു സംഭവം വന്ന് വേൾഡ് കപ്പ് മാറ്റാന്നൊരു ഓപ്ഷൻ ഇനി ഉണ്ടോ? അതിലെ ടൈം ഇനിയില്ലല്ലോ. പക്ഷെ 3 കൺട്രിയിലാണ് നടക്കുന്നത്. മെക്സിക്കോ, കാനഡ, US അല്ലേ? അപ്പോൾ അവർക്ക് ഇനിയും കാനഡക്ക് ഇത് ഹോസ്റ്റ് ചെയ്യാവുന്നുള്ളൂ, മെക്സിക്കോക്കും ഹോസ്റ്റ് ചെയ്യാവുന്നുള്ളൂ ബാക്കി. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഇതൊക്കെ ഇപ്പോൾ ആർക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇപ്പോൾ ട്രംപിന് നോബൽ പീസ് പ്രൈസ് എന്തോ കൊടുത്തല്ലോ അവർ ഫിഫൻ്റെ വക. അപ്പോൾ അവരെന്തോ അങ്ങനെ എന്തൊരു ഒരു ട്രോഫിയൊക്കെ കൊടുത്തല്ലോ. അപ്പോൾ അത്രയും കൺട്രോൾഡാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് വേൾഡിൽ ലോകത്ത് സമാധാനമുള്ള ദിവസങ്ങൾ വരുന്നു പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ പറഞ്ഞപ്പോൾ ആളുകൾ ഒരുപാട് നമ്മളെ നാട്ടുകാരാണെങ്കിൽ ആരും ഒരുപാട് എന്താണ് ഇമിഗ്രൻസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ ന്യൂസിലാൻഡ്, അയർലൻഡിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നം സംഭവിക്കുന്നുണ്ടല്ലോ, സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഈ ലീഗൽ ടാക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ആളുകൾ അവിടെ ഇപ്പോൾ അച്ഛനച്ഛന്മാരായിട്ട് കുറേ നമ്മളെ പൂർവികരായിട്ടേ അവിടെ ജീവിച്ചു വരുന്ന ആൾക്കാരായിരിക്കും. അവിടുത്തെ ബേസിക് അവിടുത്തെ സിറ്റിസൺ ആണ്. പക്ഷെ കാണുന്ന സമയത്ത് ചിലപ്പോൾ
കുറച്ചൊരു ഏഷ്യൻ ലുക്ക് ആയിരിക്കും അവർക്ക്, പക്ഷേ ഓരോ അവിടുത്തെ സിറ്റിസൺസ് ആണ്, അങ്ങനത്തെ പലരും പിന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതെ അതെ, അവിടുത്തെ ലാംഗ്വേജ് സംസാരിക്കുന്ന ജനറേഷനായിട്ട് അവരെ വന്നെടുക്കുക, അവർക്ക് അവരെ ഒറിജിനൽ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുന്നവരാ. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അതിപ്പോ സുജിത് ഭക്ത് പറഞ്ഞു ഇപ്പൊ ദീപാവലിയൊക്കെ ഇതാക്കുന്നുണ്ട് എന്നുള്ള, പിന്നെ അതെ. പിന്നെ വേറെ ഇനിയിപ്പോ പല കാര്യങ്ങളും ബാക്ക് ലോകത്തെ വലിച്ചോണ്ടിരിക്കാൻ നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ ടെക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഫ്യൂച്ചറിസ്റ്റിക്കാ. ഇങ്ങനത്തെ പല കാര്യങ്ങളും ബാക്ക് നമുക്ക് ന്യൂസ് കാണുമ്പോൾ ഓക്കെ ലൈക്ക് ലോകം ബാക്കിക്കാണോ പോകണമെന്ന് തോന്നുമ്പോഴും, പക്ഷെ നമ്മൾ ലൈക്ക് ഇങ്ങനത്തെ സെഗ്മെന്റ്, ഈ ഒരു സെഗ്മെന്റ് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ എലൻ മസ്ക് അല്ലെങ്കിൽ മെറ്റ, എൻവിഡിയ, ഈ ഒരു സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ ഫുള്ള് ഫ്യൂച്ചറിസ്റ്റിക്കാ. ലോകം ഫുൾ ഹൈ സ്പീഡിലാണ് മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കണേ. 2026 അതിന്റെ ഒരു വർഷം എന്നും കൂടി പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന പല ഫ്യൂച്ചറിസ്റ്റിക് ഇന്നോവേഷൻസ് നടക്കാൻ പോണ വർഷം 2026 എല്ലാവരും അതിനാണ് ലുക്കിംഗ് ഫോർവേഡ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മൾ 2010, 2012 ആ ടൈമിലൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിച്ചിരുന്ന ടൈമിൽ കൂടുതലായിട്ട് ഈ നമ്മളിങ്ങനെ കാണൂലേ 2025 ലോകം എങ്ങനെ ആയിരിക്കും, 2026 ലോകം എങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവങ്ങൾ. 2012 ലോകാവസാനത്തിൽ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അത് വേറെ അതിന്റെ മുന്നേ. അല്ല, അപ്പൊ ഈ നിങ്ങൾ അങ്ങനെ കണ്ട എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ലൈക്ക് അത് റിയാലിറ്റിയിൽ വന്നത്? റിയാലിറ്റിയിൽ വരാത്ത ഇപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് ഇതാണ്, എന്താ വണ്ടികളൊക്കെ പറക്കണ വണ്ടികൾ, ലൈക്ക് റോഡില്ലാതെ എല്ലാവരും വണ്ടിയിൽ പറക്കണം. അതൊക്കെ 2010-ലോ 2015-ലൊക്കെ വരും എന്നുള്ള രീതിയിലുള്ള പറക്കുന്ന വണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ ആ സ്കെയിലേക്ക് എത്തിയിട്ടില്ല. അതെ, അങ്ങോട്ട് എത്തിയിട്ടില്ല. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നോ? ഡ്രോൺസിന്റെ കാര്യങ്ങൾ കുറേയൊക്കെ ലൈക്ക് ഓക്കെ ആയില്ലേ? ഡ്രോൺ യുദ്ധങ്ങളിലൊക്കെ ഡ്രോൺ ഉപയോഗിക്കുന്നത്. ഡ്രോൺസ് മുന്നല്ലായിരുന്നോ? അല്ല, ഇപ്പൊ വിഷനക്ക് എത്തുന്ന പോലെ. അതെ അതെ, ഡ്രോൺസ് പണ്ടേ ഉണ്ട്, പക്ഷെ കൂടുതൽ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഈ റീസെന്റ് വാറുകളൊക്കെ വന്നപ്പോഴല്ലേ ഡ്രോൺസ് ഇപ്പോൾ യുക്രൈനായാലും ഉപയോഗിക്കാൻ അവസരമില്ല. അല്ല, ഇപ്പൊ ചൈനയിലൊക്കെ ഫുഡ് ഡെലിവറി ആ ലെവലിലൊക്കെ സ്കെയിലായി വന്നിട്ടുണ്ട്. യുദ്ധത്തില് ഡോമിനേറ്റഡ് ആയി, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളില് അല്ലേ, ബേസിക് ആവശ്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ ഡ്രോൺസ് എങ്ങനെയാന്നുള്ളത് ആയിട്ടില്ല. പിന്നെ അതന്നെ, വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്തിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ? ഈ CES ഒരു സമ്മിറ്റ് നടക്കാൻ പോകല്ല, അതിന്റെ കുറച്ച് അപ്ഡേറ്റ്. അല്ല, ഓൾറെഡി നടന്ന്. അതില് ഞാൻ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് എന്താ സംഭവം എന്ന് പറഞ്ഞു. അത് ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ടെക് ഇവന്റ് ആയിരിക്കും, വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ടെക് ഇവന്റ്സ് ആണ്. ഓക്കെ, ഞാൻ അതിൽ കണ്ടതിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ഇന്നോവേഷൻസ് അതിൽ ഓരോ കമ്പനീസ് ഒന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. ലൈക്ക് അവരിങ്ങനെ അതിൽ ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ളതും ഈ ഇൻക്യുബേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലെനോവോ ലോഞ്ച് ചെയ്തൊരു സാധനമുണ്ട്. ലെനോവോയുടെ ഒരു തിങ്ക് പാഡിൻ്റെ 2 ടൈപ്പ് ഓഫ് ലാപ്ടോപ്സ്. ഒന്ന് തിങ്ക് പാഡ് XD എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒന്ന് ലീജിയൻ പ്രോ എന്ന് പറഞ്ഞിട്ട്. അത് രണ്ടും എന്താ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാപ്ടോപ്പ് എക്സ്പാൻഡ് ആവും. അതായത് ലാപ്ടോപ്പിൽ നമ്മളൊരു ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് XD എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് ഹൊറിസോണ്ടലി എക്സ്പാൻഡ് ആവും. അത് 13 ഇഞ്ചൊക്കെ ഉള്ളത് 15 ഇഞ്ച് വരെയൊക്കെ നിങ്ങളിങ്ങനെ എക്സ്പാൻഡ് ആവും. ലൈക്ക് അതിലൊരു ട്രാൻസിഷൻ ഒന്നും വരില്ല. നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വീഡിയോ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യിക്കാണ്ട് ആ ഇഞ്ചിലേക്ക് മാറും. അതേപോലെ ഈ ലീജിയൻ എന്ന് പറഞ്ഞ സാധനം വെർട്ടിക്കലി എക്സ്പാൻഡ് ആവും. അതും ഈ പറഞ്ഞ പോലെ 16 ഇഞ്ചിൽ നിന്ന് 24 ഇഞ്ച് വരെയൊക്കെ എക്സ്പാൻഡ് ആവും. ലാപ്ടോപ്പിൻ്റെ സ്ക്രീന് ബേസിക്കലി നമ്മളിപ്പോൾ കഫേന്ന് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സ്ക്രീന് മതി. നമ്മളൊരു കഫേ സെറ്റപ്പിൽ നമ്മൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രീന് മതി. നേരെ മറിച്ച് നമ്മളിപ്പോൾ വീട്ടിൽ പോയിട്ട് നമ്മൾ കംഫർട്ടിൽ നമുക്ക് കുറച്ചുകൂടി ലാർജർ സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺ നിൽക്കൽ സ്ക്രീൻ ഇങ്ങനെ എക്സ്പാൻഡ് ആവും. ലൈക്ക് റിയലി ഇൻട്രസ്റ്റിംഗ്. ആ വീഡിയോ കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അതാണ് ലെനോവോൻ്റെ ഒരു അപ്ഡേറ്റ് വന്നത്. പിന്നെ AI ബേസ്ഡ് കുറേ ഉണ്ട്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു AI അസിസ്റ്റൻറ്റ്, ഒരു ഹോളോഗ്രാം. ലൈക്ക് നമ്മളിപ്പോൾ റൂമിൽ നമ്മൾ ഇരിക്കുകയാണ്, അപ്പോൾ നമ്മൾ സൈഡിൽ ഒരു കുപ്പിയുണ്ട്. ആ കുപ്പിൻ്റെ ഉള്ളിൽ ഒരു ക്യാരക്ടർ, AI ക്യാരക്ടർ, റിയൽ ക്യാരക്ടർ, അത് നമ്മളോട് സംസാരിക്കുക. ലൈക്ക് ChatGPTയുടെ ലൈക്ക് അങ്ങനത്തെ. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ChatGPT റിയൽ ലൈഫിൽ വന്ന് അങ്ങനെ ഉണ്ടാവും. ഒരു റോബോട്ട് പോലെ നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും. ഇപ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ അലക്സ, മറ്റേ ആമസോണിൻ്റെ അലക്സ, എക്കോ ഡോട്ട്, ഇങ്ങനത്തെ മെഷീൻസ്, അതൊന്നും നമുക്ക് ഫിസിക്കലി നമുക്കത് ഉണ്ട്, നമ്മുടെ മൈൻഡിൽ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഫിസിക്കലി അതൊരാളെ പോലെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് നമ്മളെ കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും. അതുപോലെ ഒരു കുപ്പിയിലിട്ട ഭൂതത്തെ പോലെ ഒരു ബോട്ടിലിട്ടിട്ട് അതിങ്ങനെ ഹോളോഗ്രാം അതിങ്ങനെ നമുക്ക് സംസാരിക്കുക, എല്ലാം ട്രാക്ക് ചെയ്യുക, എന്തും ചോദിക്കുക. ലൈക്ക് ബേസിക്കലി നമ്മൾ മുമ്പ് കണ്ടുവരുന്ന സാധനം ഒന്നുകൂടി ഒന്ന് അപ്വേർഷനായി. ലൈക്ക് അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം. അതിൻ്റെ വീഡിയോസ് സ്ക്രീനൊക്കെ ഉണ്ടോ? മാനുഫാക്ചർ എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റത്തെ സ്ക്രീൻ അല്ലത്, ലൈക്ക് ക്യാരക്ടർ. അതായത് നമ്മൾ ഒരു കുപ്പി, ആ കുപ്പിൻ്റെ ഉള്ളിൽ ഹോളോഗ്രാമിക്കായിട്ട് ഇപ്പോൾ നമ്മൾ ഹോളോഗ്രാം വീഡിയോസ് ഉണ്ടല്ലോ, അതിലുള്ള പോലെ ക്യാരക്ടർ ഉണ്ടാവും ആ കുപ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ ക്യാരക്ടറിനോട് സംസാരിക്കുക, ക്യാരക്ടർ കേൾക്കും, കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ലൈക്ക് ഒരു റിയൽ ലൈഫ് നമ്മുടെ ഒരു അസിസ്റ്റന്റ് പോലെ. ബാറ്ററി
ബാറ്ററി പവർഡ്. പിന്നെ ഫുജി ഫിലിം ഇപ്പോൾ അടുത്തൊരു ക്യാമറ ഇറക്കിയിരുന്നില്ലേ? അത് പക്ഷേ ഈ ഇതിൻ്റെ ഭാഗമായിട്ടല്ല, അവർ പിന്നെ കുറേ കാലമായിട്ട് ഈ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ക്യാമറയൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ബേസിക് യൂസിനൊക്കെ ഉള്ള ക്യാമറ ഓൾറെഡി ഒപ്റ്റിമൈസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഐഫോണിൽ ഇനി കൂടുതൽ ചേഞ്ചസ് ഒന്നും വരാനില്ല. 3 ക്യാമറ ലൈറ്റ്, ഇതിൽ കൂടുതൽ ഇതിൽ അപ്ഡേറ്റ് വരാനില്ല എന്ന് പറയില്ല. ഒരു ഹാർഡ്വെയർ എന്നുള്ള രീതിയിൽ സോഫ്റ്റ്വെയർ ഓക്കെ AI കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ ക്യാമറൻ്റെ ഇപ്പോൾ ഈ നമ്മളൊക്കെ നോർമൽ ആൾക്കാരാണ്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറക്കൊക്കെ ഒരു ഒപ്റ്റിമൈസ്ഡ് ആയി, ഇനിയിപ്പോൾ അതിൽ കൂടുതലായാലൊന്നും കൊണ്ടുവരാനില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെ യൂസ് കേസിനനുസരിച്ച്. അതേപോലെ തന്നെ അപ്പോൾ അവർക്കും സെല്ലിംഗ് പോയിന്റ്സ് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് കണ്ടത്. അപ്പോൾ ഫുജി ഫിലിംസിൻ്റെ ഇൻസ്റ്റാമാക്സ് ഇവോ എന്ന് പറഞ്ഞൊരു സാധനം അവർ ഇറക്കിയത്, ലൈക്ക് അതിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ 1930s ഉണ്ടല്ലോ ഈ വിൻറ്റേജ് ടൈപ്പ് ഫോട്ടോസ്, അതേപോലെ ആ കൈൻഡ് ഓഫ് ഫിൽറ്റേഴ്സ്, അങ്ങനത്തെ ഒക്കെ സംഭവം. അപ്പോൾ അതിൽ ലൈവായിട്ട് പ്രിന്റ് എടുക്കുക, പിന്നെ നമ്മൾ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുക, എന്നിട്ട് ലൈവായിട്ട് ചെയ്യുന്ന ആ എടുത്ത ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് ലൈവായിട്ട് പ്രിന്റ് ചെയ്യുക. അങ്ങനെ ഒരു അതിൽ ഓരോ വർഷത്തിനും ഒരു ഇതിങ്ങനെ സർക്കിൾ ഇങ്ങനെ നീക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ഇയർ എഴുതിയിട്ടുണ്ട്. ആ ഇയർ അത് ആ കാലഘട്ടത്തിൽ അവർ ഇറക്കിയ ക്യാമറാസ് ഉണ്ടാവല്ലോ, ആ ക്യാമറാസിൽ എടുത്ത ഫോട്ടോസിന്റെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു എങ്ങനെയാണ് വീഡിയോസ് എടുക്കട്ടോ, അതിൽ വീഡിയോസ് എടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഐഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫിൽറ്റർ അപ്ലൈ ചെയ്തുകൂടാണ്. അതാണ് ചോദിച്ചത്. ബേസിക്കലി നമ്മളെ വിവിഡ് മറ്റേ ഡ്രമാറ്റിക് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് മാറ്റുന്ന പോലെ അതിൽ ജസ്റ്റ് ഞാൻ പക്ഷേ അത് കണ്ടപ്പോൾ ന്യൂസ് വായിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി അത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് എന്റെ അനിയനൊക്കെ ചിലപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവൻ കുറച്ചുകൂടി ഏജ് കുറവാ, ഒരു ജെൻ ആൽഫ ടൈപ്പ്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ അവനൊക്കെ ഇപ്പോൾ എൻ്റെ അനിയനൊക്കെ വരുന്ന ഫോട്ടോസിലൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ സാധനം ബ്ലറായ ഫോട്ടോ അങ്ങനെ. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. ലൈക്ക് ബേസിക്കലി ഇപ്പൊ എന്റെ മൈൻഡ് സെറ്റിൽ എനിക്ക് തീരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം അല്ല അത്. കാരണം ഞാൻ ചിലപ്പോൾ ഈ പറഞ്ഞ പോലത്തെ കമന്റ് ഇടും, എന്തിനാ ഫോണിൽ എടുത്തുകൊണ്ട് ഫിൽറ്റർ ഇട്ടാ പോലെ. പക്ഷേ ബേസിക്കലി അതിന്റെ യൂസേഴ്സ് നമ്മളാവില്ല ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് അതിന് സെഗ്മെന്റ് തന്നെ ഉണ്ട്. അപ്പോൾ ആ സെഗ്മെന്റിലെ ആൾക്കാരിലേക്ക് അത് ഭയങ്കര റീച്ച് ആവും എനിക്ക് തോന്നി. കാരണം തക്കുവിന്റെ ഒന്നും മനസ്സിലായില്ല. തക്കു ഇങ്ങനെയൊക്കെ നിൽക്കും, മുഖമൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഒരു ഫോട്ടോയിൽ 5 എണ്ണം ഒക്കെ ഉണ്ടാവും. ഒരു ഇതില് അതല്ലട്ടോ ഇന്നത്തെ വിഷയം. അങ്ങനെയൊക്കെ അത് പറഞ്ഞ അപ്പോൾ തക്കുവിനെക്കാട്ടിലും കുറച്ചും കൂടി ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഇത് കുറച്ചുകൂടി റീച്ച് ആവും. ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. അപ്പോൾ അതുപോലെ ബേസിക്കലി അതാണ് പറഞ്ഞത്, ടെക്കിൽ ഒരുപാട് നമ്മൾ മുന്നിക്കാണ്, ഓടുകയാണ്. ഇനി ഇലോൺ മസ്കിന്റെ സൈബർ ടാക്സീസ് ഒക്കെ ഒന്നും കൂടി മെയിൻ സ്ട്രീം ആകും എന്നുള്ള കുറെ സെൽഫ്ലെസ് ഡ്രൈവിംഗിന്റെ കംപ്ലീറ്റ്ലി ഇന്നാണ് നമ്മൾ പറഞ്ഞില്ല സൈബർ ടാക്സി എന്ന് പറഞ്ഞത്. ബേസിക്കലി അത് റോബോട്ടാണ്, വീൽസ് ഉള്ള റോബോട്ട്, നമുക്ക് ഡ്രൈവറിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ അതിന്റെ അതിപ്പോ എന്തോ ലെവൽ 5 ഓട്ടോമേഷൻ എന്തോ അച്ചീവ് ചെയ്തിക്കണ് തോന്നണേ. അപ്പോൾ അതിൽ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാവും. പിന്നെ തന്നെ സ്പേസ് എക്സ്പ്ലോറേഷൻ, ഇലോൺ മസ്കും ഇപ്പൊ മാർസിന്റെ കോളനൈസേഷന്റെ സ്റ്റാർട്ടിങ് ഇവര് ഈ കൊല്ലം തുടങ്ങും തോന്നണേ. അങ്ങനെ പ്ലാന്. അതായത് ഇലോൺ മസ്കിന് ഇപ്പൊ എത്ര ട്രില്യനെയർ ആകാൻ ഇനി അധികം വർഷങ്ങളൊന്നും വേണ്ടി വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് 2027. അതായത് ഇലോൺ മസ്കിന്റെ ഒക്കെ പോക്ക് കണ്ടു കഴിഞ്ഞാല് അംബാനിന്റെ ആസ്തി എത്രയാണ്, അത്രയും ആസ്തിയാണ് ഒറ്റ ദിവസം കൊണ്ട് ആഡ് ചെയ്തിരിക്കണേ ഇലോൺ മസ്ക്. അല്ല ഇനിയിപ്പോ ഇത് പബ്ലിക് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് സ്പേസ് എക്സ് ഈ വർഷം ലിസ്റ്റ് ചെയ്യാൻ പോകണൊക്കെ. സ്പേസ് എക്സ്, സ്ട്രൈപ്പ്, കാൻവ, ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ഞാൻ വൺ മാർക്കറ്റ് വാല്യൂ നല്ല കാണുന്നുണ്ട് സ്പേസ് എക്സിനല്ലേ. ലുക്കിംഗ് ഫോർവേഡ്. അപ്പൊ അതും കൂടി മസ്കിന്റെ നെറ്റ്വർക്ക് ഒക്കെ ഇൻക്രീസ് ആവില്ല, എക്സ്പോണൻഷ്യൽ ആയിട്ടായിരിക്കും കൂടുന്നത്. കാരണം മുമ്പൊക്കെ ഒരു ബില്യനെയർ ആവാൻ ഒരുപാട് വർഷങ്ങളെ പ്രയത്നം എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെന്താ വേറെ പോഡ്കാസ്റ്റ് ബില്യനേഴ്സ് ആവാൻ ഒരുപാട് വർഷത്തെ പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ AI ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷം ദിവസങ്ങൾക്കുള്ളിലാണ് എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് ബില്യനേഴ്സ് ആവണതൊക്കെ. അപ്പോൾ നോക്കണം, മുമ്പ് ഇലോൺ മസ്ക് ഇത് അനൗൺസ് ചെയ്ത ടൈമിൽ $200 ബില്യൺ ആയിരുന്നു മൂപ്പരുടെ നെറ്റ്വർത്ത്. അതിപ്പോ സംതിങ് ക്ലോസ് ടു 770 ബില്യൺ ഒക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കണം. അയാൾ പിന്നെ എന്താ വെച്ചിട്ട് അയാളൊരു പൈസനോട് ഗ്രേഡുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അയാളൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഇന്നോവേറ്ററാണ്. അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി വലുതാവണം, ഇങ്ങനെ ആവണം എന്നുള്ള ഒരു മൈൻഡ്, അങ്ങനെ ഒരു രീതിയിലാണ്. ഇപ്പോൾ അയാൾ ഫസ്റ്റ് പേപ്പാൽ വിറ്റപ്പോൾ ആ പൈസ ഫുള്ള് ടെസ്ലയിലിട്ടു, സ്പേസ് എക്സിലിട്ടു, പിന്നെ ബോറിംഗ് കമ്പനിയിലിട്ടു. അങ്ങനെ അയാൾ ലാസ്റ്റ് റെൻറ്റിനാണ് നിന്നത്. അയാളുടെ അടുത്ത് പൈസ ഇല്ലായിട്ട് റെൻറ്റിന് പണം വാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. പുറത്തുനിന്ന് ആരുടെ അടുത്ത് നിന്നൊക്കെ പണം മേടിച്ചിട്ടാണ് റെൻ്റ് എടുത്ത് നിന്നതെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. പക്ഷെ അത്ര അങ്ങനെ അതെ ആ ഒരു 2000 ആ ടൈമിൽ $250 മില്യൺ ഒരാളെ കയ്യിൽ വന്നിട്ട് പുള്ളിക്കാരൻ അങ്ങനെ ചിന്തിച്ച് ഒരു സംഭവം. ഇപ്പോൾ ടെസ്ല ആൾറെഡി ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ആയിരുന്നു, അയാൾ വേറൊരാളുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടാണ് ചെയ്തത്.
പിന്നെ ഇത് സ്പേസ് എക്സ് ഒക്കെ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത. സ്പേസ് എക്സ് ഒക്കെ തുടങ്ങിയ ടൈമിൽ അത്രയും ബിഗ് ഫെയിലിയർ ആയിരുന്നല്ലോ, എത്ര മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ് ആയിരുന്നു, എന്നിട്ടും ഒരു തോറ്റെടുത്തില്ല. അത്ര തകർന്ന് തരിപ്പണാണെങ്കിലും എനിക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാനിത് ചെയ്തെടുക്കും എന്നുള്ളൊരു വാശിക്കാരനാണ് മൂപ്പര്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷനറിയാണ്. അപ്പോൾ സ്പേസിൽ ഒരുപാട് കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാണ്ട്. പക്ഷെ അയാൾ ഈ കാര്യങ്ങളിലൊക്കെ ഉഷാറ്. പക്ഷെ അയാളെ പല പൊളിറ്റിക്കൽ ടേക്സ് ഒക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, അത് ഇൻഫ്ലുവൻസ്ഡ് അല്ല മനസ്സിലായി. ഇപ്പോൾ എന്താ ഇപ്പോൾ അയാൾ ട്രംപിനെ പറഞ്ഞ ഓർമ്മയുണ്ടോ? എലൻ മസ്ക് ട്രംപിനെ കുറിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവർ സെപ്പറേറ്റഡ് ആയപ്പോൾ പറഞ്ഞത് ട്രംപ് എപ്സ്റ്റൈൻ ഫയൽസിലുള്ള ഒരാളാണെന്ന് പറഞ്ഞു. ആ ട്വീറ്റ് ഇപ്പോഴും കാണാം. ഡിലീറ്റഡ് ചെയ്തിട്ടുണ്ടാകും പുള്ളിക്കാരൻ, പക്ഷേ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോഴും ഉണ്ട്. അതിനുശേഷം പിന്നെ പുള്ളിക്കാരൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ട്രംപിൻ്റെ വൈഫിൻ്റെയും കൊണ്ട് ഡിന്നർ ഉണ്ടായി. ട്രംപിനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറയുന്നത്. ഇപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ഉണ്ടായ ആൾ പല അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യനല്ല. ഇപ്പോൾ അയാളെ പല പൊളിറ്റിക്കൽ സ്റ്റാൻസിലും അയാൾ മൾട്ടിപ്പിൾ സംഭവങ്ങൾ ബിൽഡ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യത്തിലും അയാൾ അടിപൊളി ആയിക്കോട്ടെ. അയാൾ പറയണ്ടല്ലോ ഞാൻ പിന്നെ ഡ്രഗ്സ് എടുക്കുന്നുണ്ട്, പിന്നെ എന്താണ് എന്തോ ഒരു മെഡിസിൻ്റെ പേര് പറഞ്ഞു, അതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അത് നമ്മൾ എന്താണ് പറയാ, അയാൾ ഡ്രഗ്സ് എടുക്കുന്നുണ്ടെന്ന് പബ്ലിക്കായിട്ട് പറയണ്ടോ? പിന്നെ പക്ഷെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോന്നുണ്ട് ഇവർക്ക് ഡോക്ടറിൻ്റെ അടുത്ത്. പക്ഷെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഒരുവിധം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ തോന്നുന്നുണ്ടല്ലേ, കെമിക്കൽസ്. കെമിക്കൽ എടുക്കുന്നുണ്ട് ഇവര്, എന്തൊരു പേര് എനിക്ക് കറക്റ്റ് അല്ല. അന്ന് ജോറോഗൻ്റെ ഇതിൽ വന്നിട്ട് മരിജുവാന വലിച്ച ഓർമ്മല്ലോ, ജോറോഗൻ പോഡ്കാസ്റ്റ് എന്നിട്ട് അന്ന് സ്റ്റോക്ക് താഴ്ന്നു ടെസ്ലയുടെ. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ. മൂപ്പര് എന്ത് ചെയ്താലും പറഞ്ഞാലൊക്കെ അതെന്ന് വെച്ചാൽ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അതിന്റെ സ്റ്റോക്കിന്റെ നല്ലൊരു മൂവ്മെന്റ്. അതെ, സത്യം. അല്ല, നിങ്ങൾ ഈ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മളെ ഈ സെൽഫ് ഡ്രൈവിംഗ് കാർസിന്റെ കാര്യം പറഞ്ഞേ, ഇപ്പോൾ NVIDIA പുതിയൊരു പ്രൊജക്റ്റ് ആയിട്ട് വന്നതാണ്. ഓയിലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്റ്റോർ ഉണ്ട്. നമ്മൾ ആ സ്റ്റോർ ഓൺലൈൻ ആക്കണമെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങും. വെബ്സൈറ്റ് തുടങ്ങി നമുക്ക് രണ്ട് രീതിയിൽ, ഒന്നെങ്കിൽ നമുക്ക് ഇൻ ഹൗസ് തുടങ്ങാം, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിഫൈ പോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തുടങ്ങാം. അപ്പോൾ NVIDIA എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഡ്രൈവിംഗ് കാർസിൽ ഷോപ്പിഫൈ പോലെ കൊണ്ടുവരികയാണ്. അതായത് ടെസ്ലക്ക് ഇപ്പോൾ ഇൻ ഹൗസ് ആണ്, ഓല തന്നെയാണ് എല്ലാ സെൽഫ് ഡ്രൈവിംഗ് കാർസും, ഓല ടെക്നോളജി എല്ലാം ഓല തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളെ മാരുതി അല്ലെങ്കിൽ ടാറ്റ ഇവർക്ക് സെൽഫ് ഡ്രൈവിംഗ് കാർസ് കൊണ്ടുവരണം, NVIDIA സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. മനസ്സിലായി? അത് ഇൻ ഹൗസ് ആയിട്ട് ഓൽക്ക് ഒന്നും ചെയ്യേണ്ട. അതായത് ഈ ഇനീഷ്യൽ R&D ബിൽഡിങ് 3 years ഓഫ് റിസർച്ച് ഒന്നും ചെയ്യേണ്ട. അവർക്ക് എന്താ ചെയ്യുക, NVIDIA ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് NVIDIA പുതിയ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് മോട്ടോർസ് ഏത് ഓട്ടോമൊബൈൽ കമ്പനിക്കും NVIDIA സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഇറക്കാം. പക്ഷേ വണ്ടി അതിനനുസരിച്ചുള്ള ഹാർഡ്വെയർ ഒക്കെ ആയിട്ടായിരിക്കണം വരേണ്ടി വരും. അതെ, അങ്ങനെ സിസ്റ്റം കമ്പ്യൂട്ടിംഗ് പവറും ബാറ്ററി കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതെ, കൊളാബറേറ്റ് ചെയ്തിട്ട് അല്ല ടെക്നോളജി ട്രാൻസ്ഫർ ആവാ. മനസ്സിലായി? ടെക്നോളജി ട്രാൻസ്ഫർ ആവാ. ഈ പറഞ്ഞ പോലെ പറയുന്നത് സെൽഫ് തിങ്കിങ് കാർസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ടെസ്ല എന്ന് പറയുമ്പോൾ അതിനുള്ള സെൻസേഴ്സ് എന്നുള്ള ക്യാമറാസ് എന്നുള്ള ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് സിസ്റ്റത്തിന് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ സിനാരിയോസ് ഉണ്ട്. അപ്പോൾ ആ സിനാരിയോസ് വെച്ചിട്ടാണ് ടെസ്ലയുടെ സിസ്റ്റംസ് റൺ ചെയ്യണത്. ഇവർ ഉദ്ദേശിക്കുന്നത് AI ഇൻ്റഗ്രേറ്റ് ചെയ്ത്, ഈ സിസ്റ്റത്തിൽ AI ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഓരോ സെൻസറിനും ക്യാമറയിൽ നിന്ന് വരുന്ന ലൈവ് ഡാറ്റ വെച്ചിട്ട് ലൈവായിട്ട് AI തീരുമാനിക്കുകയാണ് എന്ത് ചെയ്യണം. അങ്ങനെ സെൽഫ് തിങ്കിങ്, കാർ ഓട്ടോമാറ്റിക് തിങ്ക് ചെയ്യാണ്. ഇങ്ങനെ ഈ ക്യാമറയിൽ നിന്ന് ഇന്ന ഫോട്ടോ എനിക്ക് കിട്ടിയത്, ലൈക്ക് ഇത് സെൻസറിന് ഇന്ന ഡാറ്റ വരണം, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ലൈവായിട്ട് എന്ത് ചെയ്യാണ് ഡിസൈഡ് ചെയ്തിട്ട് അങ്ങനെ സെൽഫ് തിങ്കിങ് കാർസാണ് NVIDIA എല്ലാ ഓട്ടോമൊബൈൽസിനും അവരുടെ പ്ലാറ്റ്ഫോം വഴി കൊടുക്കുക. അത് അങ്ങനെ വരുന്നുണ്ട്, കുറച്ച് സമയം എടുക്കും. കാരണം AGI അല്ലത് അല്ല AI ആയിട്ട് ഇപ്പം അത് ഇപ്പം ഇങ്ങനത്തെ സിനാരിയോസ് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം ഒരു ഇൻപുട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പം A+B എന്ന് വരുമ്പോൾ അങ്ങനെ വരണം ഒരു സിനാരിയോ ഉണ്ട്. അതില്ലാതെ സ്വയം അത് ചിന്തിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ AGI ലെവലിൽ അതിന്റെ ടെസ്ല പറയുന്നുണ്ട് AI കമ്പനിയാണ്, AI ഓൺ വീൽസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റേ റോബോട്ട് ഒരു വീഡിയോ ഇതാക്കണല്ലോ, മീൻസ് ലൈക്ക് ഒരു ബാറിൽ നിന്നിട്ട് സാധനം കൊടുക്കുന്ന ഒരു എക്സ്പോലി, എന്നിട്ട് റോബോട്ട് പറഞ്ഞു എന്നെ വൈകുന്നേരം വേറെ ആൾ ഓപ്പറേറ്റ് ചെയ്യുന്ന. അത് കണ്ടില്ലേ ഒരു വർഷം മുന്നേ. ലൈക്ക് അവരെന്താ പക്ഷെ പ്രൊജക്ട് ചെയ്യണത് എന്താണ്, ഇറ്റ്സ് ആൻ AI റോബോട്ട്. പക്ഷേ റോബോട്ടിനോട് ജെന്യൂനായിട്ട് ചോദിച്ചപ്പോൾ റോബോട്ട് എന്താ പറഞ്ഞത്, എന്നെ ഒരാൾ വേക്കുന്നത് അല്ല. പക്ഷെ അത് ഇപ്പൊ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് പ്രൊജക്ഷൻ വിയസ് വാട്ട്സ് ഹാപ്പനിങ്. AIയിൽ എത്രങ്ങാനും പ്രൊജക്ട്സാ വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ദർ ഈസ് ആൻ AI ഫോർ ദാറ്റ് എന്നുള്ള വെബ്സൈറ്റില്ലേ, അതിൽ കയറിയിട്ട് മുമ്പൊക്കെ നമുക്കൊരു സംഭവം ആണെന്നുണ്ടെങ്കിൽ അടിച്ചു നോക്കിയാൽ കുറച്ചേ കണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ എത്രങ്ങാനും വെബ്സൈറ്റ്സാ ഒരുപാടെണ്ണുണ്ട്.
അപ്പോൾ അത്രയും പ്രൊജക്ട്സ് വരുന്നുണ്ട്. കുറേ എണ്ണം ഫെയിലിയർ ആയിട്ടും പോകുന്നുണ്ട്. ഇതിപ്പോൾ NFTs വന്ന പോലെയായി, ഒരുപാടെണ്ണം വരുന്നുണ്ട്. എന്താ വെച്ചാൽ ആൾക്കാർ എല്ലാ മാനുവലായിട്ട് ചെയ്യുന്ന സംഭവങ്ങളും AI മാറ്റിയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇ-കൊമേഴ്സിലും വരുന്നുണ്ട്. ഇപ്പോൾ ഷോപ്പിഫൈ ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഷോപ്പിഫൈ ChatGPT ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. അത് എപ്പോഴാണ് ലോഞ്ച് ആവുന്നത് നമുക്കറിയില്ല. പക്ഷേ ബേസിക്കലി ChatGPT ഈ പ്രൊഡക്റ്റ് അടിച്ചു കൊടുത്തത്, ഇപ്പോൾ സ്കേറ്റ് ബോർഡിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തെ പറ്റി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ChatGPT നമുക്ക് ഡയറക്റ്റ് ബൈ ചെയ്യാൻ പറ്റും ChatGPT ആപ്പിൽ നിന്ന്. അതായത് ആ പ്രൊഡക്റ്റ് അവർ ഓൾറെഡി കുറച്ച് പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യും ഈ ചോദിച്ച സാധനത്തിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യുക, ആ സാധനം ChatGPT ലൈവായിട്ട് ബൈ ചെയ്യുക, അവിടെ തന്നെ ബൈ ചെയ്യുക, വേറെ എവിടെയും പോകണ്ട, വേറെ ആപ്സൊക്കെ ഒന്നും പോകണ്ട, ChatGPT ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ ബൈ ചെയ്യുക. അത് ഷോപ്പിഫൈ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ChatGPT ലിസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ടാവും ഷോപ്പിഫൈയിൽ. ഇനിയുണ്ട്. ഞാൻ കാര്യം ചോദിക്കട്ടെ, AI മനുഷ്യനെ കൂടെ പൊട്ടനാക്കുകയാണെന്ന് അല്ലെങ്കിൽ മണ്ടനാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് നിങ്ങളുടെ പ്രതികരണം? AI മനുഷ്യനെ കൂടുതൽ മണ്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി അത്യാവശ്യം നല്ല രീതിയിൽ AI അഡോപ്റ്റ് ചെയ്യുന്ന കമ്പനിയാണ്. അതായത് എവിടെ നോക്കിയാലും AI, എന്തിനാണെങ്കിലും AI അഡോപ്റ്റ് ചെയ്യുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനിയിൽ എനിക്ക് ഇപ്പോൾ ഞാൻ പുതിയ റോൾക്ക് മാറിയപ്പോൾ എനിക്ക് പല കാര്യങ്ങളും അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ChatGPT അസിസ്റ്റൻ്റ് ഉണ്ട്. ChatGPT അല്ല, ബേസിക്കലി നമ്മളെ കമ്പനീൻ്റെ പേരിലുള്ള വേറൊരു അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ആ അസിസ്റ്റൻറ്റിൽ എനിക്ക് ഓൾറെഡി എൻ്റെ റോളിൻ്റെ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഞാൻ ആ ChatGPT സെറ്റാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചോദിച്ചാലും അത് പറഞ്ഞുതരും. അപ്പോൾ ബേസിക്കലി ചിലപ്പോൾ ഈ പറയും, ഓക്കെ എനിക്കെല്ലാം അത് പറഞ്ഞു തരികയാണല്ലോ, അപ്പോൾ ഞാൻ പഠിക്കണില്ലല്ലോ. പക്ഷേ പലതും എനിക്ക് അറിയാത്ത കാര്യങ്ങളും അതുവഴി ഞാൻ പഠിക്കുന്നുണ്ട്. മനസ്സിലായോ? രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പല ജോലികളും മുമ്പ് ചെയ്തിരുന്ന ജോലികൾ കുറേ AI റീപ്ലേസ് ചെയ്ത് ടേക്ക് ഓവർ ചെയ്ത്. പക്ഷേ ടേക്ക് ഓവർ ചെയ്തപ്പോഴും അവിടെ പുതിയ റോൾസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ആ സിസ്റ്റത്തെ ട്രെയിൻ ചെയ്യാനും ആ AIക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് ഏത് രീതിയിൽ കൊടുക്കാന്നുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. ആൾക്കാരെ എണ്ണം കുറയുന്നുണ്ട് കമ്പനിയിൽ. പക്ഷേ ബേസിക്കലി ഞാൻ നോളജ് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ടേക്ക് ഓവർ അല്ല ടേക്ക് ഓവർ നടക്കുന്നുണ്ട് ജോലികൾ. പക്ഷേ ഞാൻ ചോദിച്ചെന്താ വെച്ചാൽ AI കൂടെ മനുഷ്യനെ പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനുഷ്യനെ മണ്ടനാക്കുന്നുണ്ടോ എന്നുള്ളത് കൂടുതൽ എലാബറേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഈ പറഞ്ഞ ബേസിക് കാൽക്കുലേഷൻ, മാത്തമാറ്റിക്സ് ഇതിലൊക്കെ മണ്ടനാക്കുന്നുണ്ടാവും. പക്ഷെ കുറച്ചും കൂടിയും സ്കിൽഡ് കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് എഫിഷ്യൻസി കൂട്ടുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നുണ്ട്. നമുക്ക് വലിയ മുന്നൊക്കെ ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ടാസ്ക് നമുക്ക് സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ മനുഷ്യന്റെ ബുദ്ധിക്ക് എന്താ പറ്റണം എന്നുള്ളതാണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ തലച്ചോറ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ മുന്നേ ഒരു ടാസ്ക് സോൾവ് ചെയ്യാൻ നമ്മൾ ശരിക്കും മെന്റലി സ്ട്രെയിൻ എടുത്തിട്ട് വേണം ചെയ്യാൻ. നമ്മളെ ചെയ്യുന്നതോറും നമ്മുടെ കൂടി വരികയാണ്. പുതിയ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാകും, പുതിയ ടാസ്ക് ചെയ്യുമ്പോൾ പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാകും. അതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളെല്ലാം തിങ്കിങ് വരെ AI ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ ആ പാത്വേസ് ഇവർ ഉണ്ടാകൂല, സിമ്പിൾ ആയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ബേസിക് കാര്യങ്ങൾക്ക് നമ്മൾ എല്ലാത്തിനും AI ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മടിയനാക്കുന്നില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇമോഷണൽ ഇന്റലിജൻസ് കുറഞ്ഞു വരികയായിരിക്കും ചെയ്യാം. ഞാൻ ചിന്തിച്ചാൽ എന്താ പറയുക, ഇതിപ്പോ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഹ്യൂമൻ എവല്യൂഷനിലൂടെ മാറിക്കൊണ്ട് വരികയാണെന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ പിന്നെ ഫോറസ്റ്റിൽ ഹണ്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് ഫാക്ടറിക്ക് മാറി, ഫാക്ടറിയിൽ നിന്ന് പിന്നെ അഗ്രികൾച്ചർ മറിച്ച് പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ നല്ലൊരു സിസ്റ്റത്തിലിരുന്ന് വർക്ക് ചെയ്യണ ഒരു ലെവലിലെത്തി. ഇനിയിപ്പോൾ AI വന്ന സമയത്ത് ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മളൊരു സംഭവം ഒരു ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് അതിനെന്താണോ അതിനുള്ള സൊല്യൂഷൻ എന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മൾ സ്വന്തമായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത് പല കാര്യങ്ങളും. ഇപ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മൾ എന്തോ സംഭവം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ലെഗോന്നൊരു ടോയ് വാങ്ങി, അല്ലെങ്കിൽ നമ്മൾ IKEA ടേബിൾ എന്തോ വാങ്ങി. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അതിൻ്റെ ആ കാറ്റലോഗ് ഒന്ന് എടുത്ത് എങ്ങനെയാണിത് ഏതൊക്കെ കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെ കണക്ട് നോക്കണമെന്ന് പറഞ്ഞാൽ നേരെ ജസ്റ്റ് ഫോട്ടോ എടുക്കുക, ഇത് എന്താ സാധനം, അപ്പോൾ പറയാം ദിസ് ഇസ് ടേബിൾ ഫ്രം IKEA അത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ തരും. അപ്പോൾ നമ്മൾ അതിന് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചെയ്യും തോറും നമ്മളെ മൈൻഡ് എന്തായി വരിക എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു ടാസ്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് പകരം ഇത് ഇന്നൊരു പ്രൊഡക്റ്റാണ്, ഈ പ്രൊഡക്റ്റ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രോംപ്റ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മളെ മൈൻഡ് ബ്രെയിൻ അങ്ങനത്തെ ഒരു വയറിംഗിലേക്ക് മാറുണ്ടോ എന്നാണ് എനിക്ക് ചിന്തയിൽ വരുന്നത്. മനസ്സിലായത്? എനിക്ക് തോന്നുന്നു എവല്യൂഷനിൽ അങ്ങനെ ആയി വരികയാണ്. ബെസ്റ്റ് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതിന് പകരം അതൊരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ, ആ ഒരു പ്രോബ്ലം എങ്ങനെ പിന്നെ സോൾവ് ചെയ്യുക എന്നുള്ളതിന് ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതിലേക്ക്
നമ്മളെ ബ്രെയിൻ അങ്ങനെ മറ്റേ ടാസ്ക് ചെയ്യാൻ ഇൻഎഫിഷ്യന്റ് ആയി വരുന്നത്. പുതിയൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടിട്ട് കൂടുതൽ എഫിഷ്യന്റ് ആവും ചെയ്യുന്ന ഉദ്ദേശിച്ചായി. പുതിയ ടാസ്ക് ചെയ്യാൻ ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിന് ആ പ്രോംപ്റ്റ് ഡിസൈൻ ചെയ്യാൻ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് നമ്മുടെ മൈൻഡായി വരുമെന്ന്. അല്ല, ഇപ്പൊ ഈ മൈൻഡിന്റെ എവല്യൂഷനെ പറ്റി പറയുമ്പോൾ ഇതിനെ പറ്റിയിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട്. കറക്റ്റ് എവിടെ നടന്നു എനിക്ക് ലണ്ടനത്തെ ടാക്സി ഡ്രൈവേഴ്സ് വന്നേ. മുന്നത്തെ കാലത്ത് ഈ GPS ഒന്നും ഇല്ലാത്ത ടൈമില് ഈ ടാക്സി ഡ്രൈവേഴ്സിന്റെ തലച്ചോറിലൊരു സ്റ്റഡി ചെയ്തിരുന്നു. അന്ന് ഇവരെ ഏതോ ഒരു പാർട്ട് ഓഫ് ദ ബ്രെയിൻ, എനിക്ക് കറക്റ്റ് അതിന്റെ ടേം അറിയില്ല, അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിരുന്നു. കാരണം ഇവര് മെന്റലി ആണ് എല്ലാ റൂട്ടും പഠിച്ചെടുത്തിരുന്നത്. ലണ്ടന്റെ ഓരോ മുക്കും മൂലയും ഓരോ അത്രക്കും ആക്യുറേറ്റ് ആയിട്ട് അവർക്ക് അറിയണം, അല്ലാതെ വേറെ വഴിയില്ല ടാക്സി ഡ്രൈവേഴ്സായിട്ട് സർവൈവ് ചെയ്യാൻ. പക്ഷെ GPS വന്നതിന് ശേഷം ആ പാർട്ട് ഓഫ് ദ ബ്രെയിൻ അവർ യൂസ് ചെയ്യുന്നത് ഒരുപാട് കുറഞ്ഞ് ഇപ്പോഴത്തെ ടാക്സി ഡ്രൈവേഴ്സിന് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ പാർട്ട് കുറച്ചുകൂടി ലെസ് യൂസ്ഡ് ആണ്. അതെ, അതല്ല നിങ്ങളിപ്പോ വാർസോയിൽ കൊടുക്കുമ്പോൾ മാപ്പ് വേണ്ടേ? മാപ്പില്ലാതെ ആർക്കും ഓടിക്കാൻ പറ്റില്ലല്ലോ. ആലോചിച്ച് നോക്കി നമ്മൾ എത്രത്തോളം നമ്മൾ ശരിക്കും ഒരു മെന്റൽ സ്ട്രെയിൻ എടുത്തിട്ട് ആ വഴി മനസ്സിലാക്കാൻ ശ്രമിക്കും. അത്രത്തോളം നമ്മുടെ തലച്ചോറ് അനുസരിച്ച് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണത് അറിയോ, പോലീസ് ഉണ്ടോ അതുപോലെ തന്നെ ട്രാഫിക് ഉണ്ടോ ഒക്കെ നമ്മൾ അതിലൂടെ അങ്ങനെ അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ മാപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന കേസിൽ ഇപ്പൊ എനിക്കുള്ള ഞാൻ ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പോയിന്റ് ബേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരു സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ 5-6 വഴി ഉണ്ടാവും. അതിൽ ട്രാഫിക് ഉള്ള സമയത്താണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടി നടന്നിരിക്കുന്നത്, വണ്ടികൾ നമ്മൾ ഇടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാപ്പ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് കുറഞ്ഞ ദൂരമുള്ള റൂട്ട് നമുക്ക് സെലക്ട് ചെയ്ത് തരും. അപ്പോൾ അത് ഇതിന്റെ ഒരു അഡ്വാൻസ് ആണ് മാപ്പ് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ അവിടെ ഇടി നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നമ്മൾ പോയാൽ ഒരു 10 മിനിറ്റ് ബ്ലോക്ക് പെടും. അപ്പോൾ ചിലപ്പോൾ ഇതൊരു 1 കിലോമീറ്റർ കൂടുതലായിരിക്കും, പക്ഷെ എന്നാലും ഇതിൽ പോണേക്കും സമയ ലാഭം. അപ്പോൾ അതുകൊണ്ട് മാപ്പ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഈ സാഹചര്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മളെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡിൽ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബേസിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഇമെയിലിൻ്റെ പാസ്വേഡ്, ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മളത് ഉണ്ടാവില്ല, അതൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു നോട്ട്സ് ഉണ്ടാക്കിയിട്ട് പാസ്വേഡ് എന്നിട്ട് അതിൻ്റെ അകത്ത് ഇത് ഇങ്ങനെ വരിവരിക്ക് അല്ലാതെ എഴുതിയൊക്കെയല്ലേ ചെയ്യണേ. അപ്പോൾ നമ്മളെ മെമ്മറി മൊത്തം ഈ ഫോണിലേക്ക് സ്റ്റോറേജിലേക്ക് മാറ്റുക, ഇമോഷനൊക്കെ പിന്നെ ഫുൾ ഇമോജിയിലൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു അല്ല അത് ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇത് നമ്മളെ എഫിഷ്യൻസി പ്രൊഡക്ടിവിറ്റി അത്രത്തോളം കൂട്ടുന്നുണ്ട്. സൈഡിൽ നമ്മളെ തലച്ചോറ് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം അവിടെ എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത് മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ബ്രെയിനെ നമ്മൾ അത്രത്തോളം ട്രെയിൻ ചെയ്യണം. അല്ലെങ്കിൽ കാലം പോകുന്തോറും AI വരുമ്പോൾ ടൂൾസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ചുകൂടി കോഗ്നിറ്റീവ് ഇതിന് ബ്രെയിൻ റോട്ട് പറയുന്നത് ഇതൊരു ആക്ച്വൽ കണ്ടീഷനാണ്. സയന്റിഫിക് സ്റ്റഡി നടന്നിട്ടുള്ള ഒരു കാര്യമാണിത്. അതിനനുസരിച്ച് ഇവോൾവ് ആവും, നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്താട്ടാൻ കുറെ കാര്യങ്ങൾ. കാരണം അങ്ങനത്തെ പ്രോംപ്റ്റ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ പറയണം, ഇപ്പം ഞാൻ ഇന്ന് ഇപ്പോൾ വാർസോയിൽ ആദ്യമായിട്ട് വരികയാണ്, അപ്പോൾ എനിക്കൊരു ഇറ്റാലിയൻ ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു സജസ്റ്റ് ബെസ്റ്റ് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ബെസ്റ്റ് ഇറ്റാലിയൻസ് 2-3 വരും. ഇപ്പോൾ നമ്മളതിൽ നോക്കിയിട്ട് റേറ്റിംഗ് നോക്കിയിട്ട് ഇതിൽ നമ്മൾ അവിടെ പോയി ഭക്ഷണം കഴിച്ച് പിന്നെ അടുത്ത ആഴ്ച ആകുമ്പോൾ നമ്മൾ ചിന്തിക്കല്ല അത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ചിന്തിക്കണമെങ്കിൽ പകരം നേരെ അതിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു പോവാ. അല്ല അന്ന് കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ പേര് അന്ന് പറഞ്ഞോണ്ടാ, അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്, വീണ്ടും പോവാണ്. മനസ്സിലായില്ലേ? ആ ചിന്തിക്കാനുള്ള ബേസിക് എഫേർട്ട് നമ്മൾ എടുക്കുന്നില്ല. അത് എടുക്കാത്തടത്തോളം നമുക്ക് അത്രത്തോളം മോശമായിക്കൊണ്ടിരിക്കും, വീക്കായി വരുന്നത്. അതാണ് ഞാൻ ചോദിച്ച ചോദ്യം അല്ലേ? മനസ്സിലായി എനിക്ക്. അല്ല ഇതിനിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കുക. പുതിയ കാര്യങ്ങൾ, പുതിയ ഭാഷകളൊക്കെ പഠിക്കുമ്പോൾ പുതിയ കണക്ഷൻസ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞേക്കും. കൂടുതൽ വായിക്കുമ്പോൾ ബ്രെയിൻ ഗെയിംസ് അനുസരിച്ച് ഇങ്ങനെ പാരലായിട്ട് ഇതും ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇതേമാതിരത്തെ ഒരു അവസ്ഥ വരും. ഞാനൊരിക്കലും ഇതിൽ വായിച്ചിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ കണക്ടിവിറ്റി, മനുഷ്യന്മാർ നമ്മളെ കണക്ടിവിറ്റി കൂടി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഗ്ലോബലി ലോൺലിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഗ്ലോബൽ പാൻഡമിക് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഇപ്പം എനിക്ക് ഇവനെ മെസ്സേജ് അയക്കണമെങ്കിൽ ഇവൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഇവൻ്റെ അടുത്ത് സംസാരിക്കണം എന്നില്ല. ഇപ്പം ജസ്റ്റ് വാട്സാപ്പ് എടുത്തിട്ട് ഫാരിസ് അല്ലേ എന്താ കഥ പിന്നെ അങ്ങനെ ചോദിച്ചാൽ മതി. ആദ്യം അങ്ങനെയല്ലല്ലോ, ആദ്യം നമ്മളൊരാളുടെ അടുത്ത് പോയി സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം എല്ലാതും നമ്മളെ കൈത്തുമ്പിൽ തന്നെ ഉണ്ട്. പക്ഷേ നമുക്കൊരു ഇങ്ങനെ പറയാം, ഇപ്പം ബീങ് അലോൺ ആൻഡ് ബീങ് ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ രണ്ടാണ്. മനസ്സിലായോ? ഇല്ല, ഒന്ന് ഫീലിംഗ് ആണ്. യെസ്, ബീങ് അലോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്കലി ഞാൻ ഒറ്റയ്ക്ക് ഇപ്പം ഞാൻ ചൂസ് ചെയ്യണം, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം, അപ്പോൾ ഞാൻ ബീങ് അലോൺ. ഇപ്പം ഞാൻ ചിലപ്പോൾ പ്രൊഡക്റ്റീവ് ആവുണ്ടായിരിക്കും, ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും, പിന്നെ ഞാൻ ഹാപ്പി ആയിരിക്കും, എല്ലാം ഓക്കെ ആയിരിക്കും. ബീങ് ലോൺലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ പോലും ഉള്ളിൽ എനിക്ക് ആ ഫീലിംഗ് ഉണ്ട്, എൻ്റെ കാര്യങ്ങൾ കേൾക്കാനോ ഒരാളുമില്ല, അല്ലെങ്കിൽ എനിക്ക് പറയാനോ എൻ്റെ ഒരു നമുക്കൊരു ഒറ്റപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ് ആണത്. അപ്പം അങ്ങനത്തെ ഫീലിംഗ് ഉള്ള മനുഷ്യന്മാർ കൂടി വരികയാണെന്ന്. ഇപ്പം നമുക്ക് കണക്ടിവിറ്റി ഒക്കെ കൂടുമ്പോൾ നമ്മൾ എവിടെയും പോകണമെങ്കിൽ ആദ്യം ഉണ്ടായതിനേക്കാളും ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമായി, മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര എല്ലാം ഫാസ്റ്റായി. പക്ഷേ മനുഷ്യനെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലോസ് കണക്ഷൻ ഇപ്പം നമുക്ക് ഇപ്പോൾ സപ്പോസ് ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, ഇപ്പോൾ ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം എന്തെങ്കിലും ഒരു കാര്യം എടുക്കുക,
അതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മൾ ഒളിച്ചോടുകയാണെങ്കിൽ നമ്മളത് അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് അയാളെ പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്ത് പോകണം. ഇപ്പോൾ ജസ്റ്റ് വാട്സാപ്പിലാണ് ബ്ലോക്ക് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്നാണ്ട് എക്സിറ്റ് ആയാൽ മതി അല്ലേ? മനസ്സിലായില്ലേ? അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും തോറും മനുഷ്യൻ കുറച്ചൊരു ലോൺലിനെസ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ വായിച്ചതാണ് കേട്ടോ. അല്ല ശരിയാണ് സംഭവം. നേരത്തെ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു ജപ്പാനിൽ 19% വീടുകള് ഒഴിഞ്ഞടക്കല്ലേ. 19-45 നല്ലൊരു പെർസെന്റേജ്, സിഗ്നിഫിക്കന്റ് പെർസെന്റേജ്. അവിടെ കൂടുതലുള്ളത് ഏജിങ് പോപ്പുലേഷൻ ആണ്. ജപ്പാൻ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാലേ ഈ വേൾഡ് വാർ 2 ശേഷം നല്ല രീതിയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു. ഇവരെന്താക്കി കൂടുതൽ പ്രൊഡക്ഷൻ, നല്ല പിന്നെ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ നല്ലോണം ഡെയിലി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പുതിയ പ്രൊഡക്ഷൻസ് ഉണ്ടാക്കി. ആ സമയത്തുള്ള ട്രെൻഡിങ് ആണ് ഓട്ടോമൊബൈലും കാര്യങ്ങളൊക്കെ. അന്ന് വന്ന കമ്പനീസാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, പക്ഷെ അന്ന് പിന്നെ പോപ്പുലറായിട്ട് പിന്നെ നല്ല രീതിയിൽ വളർന്ന കമ്പനിയാണ് ടൊയോട്ട, ഹോണ്ട, സോണി, പിന്നെ ഒരുപാട് അങ്ങനത്തെ കമ്പനീസ് ഉണ്ട്. പക്ഷേ പിന്നെ ഒരു സമയത്ത് ലോകത്തിൻ്റെ വളർച്ചൻ്റെ ഫേസ് ഒന്നും കൂടി സ്പീഡപ്പായി. ഇപ്പോൾ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ നമ്മൾ ഓരോന്ന് അഡാപ്റ്റ് ചെയ്ത് നമ്മൾ ആ സ്പീഡപ്പ്, ഇപ്പോൾ നമ്മൾ പറയില്ലേ ഇപ്പോൾ AI വന്നതിനെ കൊണ്ട് ഓരോ ദിവസവും ഇത് സംഭവം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. മറ്റേ 5 വർഷം കൊണ്ട് എടുത്തതിന് ചേഞ്ച് ഒരു ദിവസം കൊണ്ട്, അതേപോലെ എങ്ങനെ അത്രയും ചേഞ്ച് വന്നപ്പോൾ ആ ചേഞ്ചിലേക്ക് ഇവർ അഡാപ്റ്റ് ആകാൻ വൈകിപ്പോയി. അപ്പോൾ അതുപോലെയുള്ള മറ്റ് കൺട്രീസ്, ഇപ്പോൾ കൊറിയ ആണെങ്കിലും പിന്നെ ജർമ്മനി, US, ചൈന, ഈ കൺട്രീസൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്തു. അപ്പോൾ പുതിയ ടെക്നോളജിൻ്റെ കാര്യങ്ങളിൽ ജപ്പാൻ ബാക്കിലോട്ട് ആവുകയും ചെയ്തു. മാത്രമല്ല പോപ്പുലേഷൻ നല്ല രീതിയിൽ ഡിക്ലൈൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് വന്ന കമ്പനികളാണ് ഇപ്പോൾ ഈ ഓട്ടോമൊബൈലൊക്കെ ഉള്ളത്. ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ, ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ജപ്പാനീസ് ഓട്ടോമൊബൈൽസിനെ കാണാൻ പറ്റും. പക്ഷെ അന്ന് ആ ട്രസ്റ്റിൽ, അന്ന് ആ രീതിയിൽ ഒരു ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്ത കമ്പനീസ് ഉണ്ട്. പക്ഷേ പുതിയ ടെക്നോളജീസിൽ അവർക്ക് പലതിലും മുന്നോട്ട് വരാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ജപ്പാനിലൊരു ബ്രാൻഡൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ ലൈക്ക് ഒരു $multi-billion കമ്പനീസൊക്കെ അവിടെ ഉള്ള അവരെ രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ പിന്നെ വേൾഡിൻ്റെ മുമ്പിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോകുന്നത്. സോണി ഒരു ജപ്പാനീസ് കമ്പനി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, മനസ്സിലായോ? അതേപോലെ ടൊയോട്ട, ഇതൊക്കെ ഒരു ജപ്പാനീസ് കമ്പനി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ വേറെ അപ്പം അതേപോലെ ജർമ്മനിയിലുണ്ട് ജർമ്മൻ ഡിസൈൻസ്, അതിനോട് വലിയൊരു ട്രസ്റ്റാണല്ലോ. അത് നേടിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഒരുപാട് ബെനിഫിറ്റുള്ള കാര്യമാണ്. ആ രാജ്യത്ത് അങ്ങനെ ഒരു 2-3-4 ബ്രാൻഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ബിസിനസ് ചെയ്യുന്ന ചെറിയ ബിസിനസ്സായിരിക്കും, ചെറിയ രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാവർക്കും, പിന്നെ അവിടുന്ന് പിന്നെ അവിടെ ട്രേഡിന് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് ഇന്ത്യയിലൊക്കെ കുറച്ച് ബ്രാൻഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി വർക്കിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അതായത് വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്തും എന്നുള്ള രീതിക്കാണ്. അതാണ് ഇവർ ഭയങ്കരമായിട്ട് ഓവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഫാമിലി ലൈഫ് കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ യങ് പോപ്പുലേഷൻ അവിടെ കുറഞ്ഞു വരുന്നത്. അവരെ ഫെർട്ടിലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ എത്ര ഒരു റീപ്ലേസ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോപ്പുലേഷൻ നിലനിന്ന് പോകണമെങ്കിൽ 2.1 ആണ് ഫെർട്ടിലിറ്റി റേറ്റ് പറയുന്നത്. ഒരു നിൽക്കുന്നത്ര 1.2 1.5 ആണ്, കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഭയങ്കര ഓർഗനൈസ്ഡ് ടീം. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചൊരു ഫ്രണ്ട് ജപ്പാനിൽ ഈ പറഞ്ഞ പോലെ ഓഫ്ഷോർ കുറച്ചൊരു 3-4 മാസത്തിന് വർക്കിന് പോയിനു ഒരു ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയറിൽ. അപ്പോൾ അവനവിടെ ചെന്നപ്പോൾ ഓൻ പറയാം അവിടെ കറക്റ്റ് ടൈം ഇപ്പോൾ ഒരു 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് എല്ലാവരും ഓഫീസിലുണ്ടാവും. ഒരാൾ വൈകില്ല, ഒറ്റ ആളൊരു വൈകില്ല. വളരെ റയർ എന്ന് പോലും ഓൻ പറഞ്ഞിട്ടില്ല എന്നോട്. അതേപോലെ ഓഫീസിൽ ഇപ്പോൾ നമ്മൾ ലഞ്ചിന് പോവുകയാണെങ്കിൽ എന്തിനു പോകണം 2 ലൈൻ ഉണ്ട്. അത് അങ്ങോട്ട് പോകാൻ ഒരു 2 കളറാവും പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു കളർ അങ്ങോട്ട് പോകാനും ഒരു കളർ ഇങ്ങോട്ട് പോകാനും കറക്റ്റ് ആയിക്കൂടെ നടക്കുള്ളൂ ആൾക്കാർ. തിരക്കുണ്ടെങ്കിൽ പോലും ആ ലൈൻ തന്നെ ഫോളോ ചെയ്യുള്ളൂ, മനസ്സിലായില്ലേ? അതേപോലെ ലഞ്ചിന് കറക്റ്റ് ടൈമാണ്. നമ്മൾ സ്കൂളിൽ പോകണ മാതിരിയാണ്. കറക്റ്റ് 1 മണി 2 മണി എല്ലാവരും ആ ടൈമിലാണ് പോവുക. എല്ലാവരും ആ ടൈമിൽ പോകും, കറക്റ്റ് ടൈമിൽ തിരിച്ചു വരും. അത് അങ്ങനെ ഫുള്ളി ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ട് ഭയങ്കര ഒരു കൾച്ചറാണ്. അല്ല പക്ഷെ ഇത് പോസിറ്റീവായിട്ട് പറയത്തില്ല. അതായത് ഇവര് എക്കണോമിക് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഫാമിലിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജപ്പാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ പല ലിവിങ് സ്റ്റൈലൊക്കെ അടിപൊളിയാണ്. ഞാൻ 2019 ഞാൻ ഖത്തർ എയർപോർട്ടിൽ പോയപ്പോൾ ഞാൻ കുറേ ആൾക്കാർ വന്നപ്പോൾ ഇവരാണ് ജപ്പാനീസുകാരാണ്. ഞാനൊരു പാസ്പോർട്ട് കണ്ടപ്പോൾ ശ്രദ്ധിച്ചത്. പക്ഷെ അവരെല്ലാവരും അന്നേ മാസ്ക് ഇട്ടിട്ടാ. അവരൊക്കെ ഇങ്ങനത്തെ വേറെ രാജ്യം പുറത്ത് പോവുകയാണെങ്കിലോ അത്രയും പബ്ലിക്കിൽ പോകുമ്പോഴോ അവരന്ന് എല്ലാവരും നല്ല മാസ്ക് ഇട്ടിട്ടാ പബ്ലിക്കിൽ. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ അന്ന് ജപ്പാനിൽ പോയപ്പോൾ അവരൊക്കെ അവിടെ മാസ്ക് ഇട്ടിട്ടാണ് നടന്നിരുന്നത്. അവിടെ ഒരു എയർ പൊല്യൂഷനോ ഒന്നും ഉണ്ടായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു വൈറസ് സ്പ്രെഡായിട്ടും അല്ല. അന്നേ അവരിതിനൊക്കെ കണ്ടിട്ട് ലൈക്ക് അവരൊരു ആരോഗ്യം ഇനിയൊന്നും വരണ്ട എന്നുള്ള രീതിയിൽ
അവർ അങ്ങനത്തെ ഒരു ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഹൈജീനിന് അവർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണുള്ള അവർക്ക് ക്ലീനിങ് പീരിയഡ്സും അവർ സ്റ്റേഡിയം അന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം. പിന്നെ അവിടെ നല്ലൊരു ഏജ് വരെ ആൾക്കാർ ജയിക്കുന്നുണ്ട് അല്ലേ, ഹെൽത്തി ആണ്. അതുകൊണ്ടാണ് ഏജിങ് പോപ്പുലേഷൻ കൂടുതലെന്ന് പറയുന്നത്. അല്ല, അത് മക്കള് ഉണ്ടാക്കാൻ പേടിയാണ്. കാരണം മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എക്സ്പെൻസസ്. കാരണം അവർക്കൊക്കെ ഉള്ളത് കൂടുതൽ ചെറിയ അപ്പാർട്ട്മെന്റ്സ് ആണ്, അതായത് എല്ലാ സൗകര്യങ്ങളുള്ള ചെറിയ അപ്പോൾ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യും, ഫൈനാൻഷ്യൽ ബേർഡനും ആ ടൈമിൽ ഒരു പക്ഷെ അവർക്ക് ഹൗസിംഗിനൊന്നും അത്ര ബെനിഫിറ്റ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെൻഷൻ ആയിരുന്നു. പിന്നെ മാരേജിലൂടെ അല്ലാതെ ഇവർ കുട്ടികൾ ഉണ്ടാക്കില്ല എന്നുള്ള ഒരു കൺസർവേറ്റീവ് കൾച്ചറും കൂടി ഉണ്ടായിരുന്നു. അതിലും കൂടി കൂട്ടി വന്നപ്പോൾ, അതായത് രണ്ട് കൂട്ടരും വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഇവർക്ക് ഒരു ഇതില്ല, മക്കൾ ഉണ്ടാക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഇതിലാണ് അങ്ങനെ ഡിക്ലൈൻ ചെയ്ത് വരുന്നത്. പക്ഷേ അല്ല, ഇനി കേരളവും അങ്ങനെ ആയി മാറുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എന്തോന്നാണ്, ഫെർട്ടിലിറ്റി റേറ്റ് ഡൗൺ ആവുന്നുണ്ടല്ലോ. നമുക്കിപ്പോ റീപ്ലേസ്മെന്റ് ലെവലിൽ അനുസരിച്ചുള്ള ഒരു ഫെർട്ടിലിറ്റി റേറ്റ് ഇല്ല എന്നാണ് എനിക്ക് കണക്ക് പറഞ്ഞില്ലേ. ഒരു ഫാമിലിക്ക് ഇത്ര അല്ല കമ്മ്യൂണിറ്റി ജനറൽ ഇത്ര വേണം, പക്ഷെ ഓരോ കമ്മ്യൂണിറ്റിയിൽ ഇത്ര എത്രയാണെന്നുള്ള ഒരു റേറ്റ് പറഞ്ഞത്. നമ്മളെ കേരളത്തിൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ അർബൻ സിറ്റീസിലോട്ട് മൂവ് ചെയ്യും, കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ബാക്കി വരുന്നത് കൂടുതൽ പ്രായമുള്ള ആൾക്കാരാണ്. ഒരു വൃദ്ധസദനം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ജപ്പാന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് എന്ന് പറയാറ്റും. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടോ, ഇപ്പൊ ഞാൻ എന്റെ ഫാദർ, ഗ്രാൻഡ് ഫാദർ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ എന്റെ ഗ്രാൻഡ് ഫാദറിനൊക്കെ 9 മക്കളാണ്. അതുപോലെ എൻ്റെ ഇപ്പം നമ്മൾ അറിയണേ, ഇപ്പം എൻ്റെ ആയിക്കോട്ടെ, നമ്മളെ ഫ്രണ്ട്സ് സർക്കിൾ ആയിക്കോട്ടെ, ഓൾക്കൊക്കെ ഗ്രാൻഡ് പാരൻസിന് മിനിമം ഒരു 4-5 മക്കളൊക്കെ ഉള്ള ടീമാണ്. പക്ഷെ നമ്മളെ പാരൻസിന് എടുക്കുമ്പോൾ എല്ലാവർക്കും 2-3 മാക്സിമം 3 ആ റേഞ്ചിലൊക്കെയാണ് പോണത്. അപ്പൊ അതും ഇതിനൊരു റീസൺ തന്നെ ലൈക്ക് ഉണ്ടാവുന്ന ആൾക്കാരുടെ എണ്ണവും കുറവാണെന്നുള്ളതും കൂടി അതിലൊരു ഇത് കമ്മിയായി വരുന്നുണ്ട് ശരിക്കും നോക്കുകയാണെങ്കിൽ. ഇപ്പൊ നിങ്ങളെ ഇതൊക്കെ ഒരു 80% ആൾക്കാരെ ഗ്രാൻഡ് പാരൻസ് കൊടുക്കുകയാണെങ്കിൽ ഓൾക്കൊക്കെ ഒരു 5ന്റെ മുകളിൽ മക്കളുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതിന്റെ എന്താ പറയുക, പോപ്പുലേഷൻ ഗ്രോത്തും പോപ്പുലേഷൻ ആ ഒരു സ്റ്റേബിൾ ലെവലിൽ നിർത്തലും രണ്ടാണ്. ഇപ്പോൾ എനിക്ക് 10 മക്കളുണ്ടായെന്ന് വെച്ചാൽ അത് പോപ്പുലേഷന്റെ എബോ ആവറേജ് അല്ല, പിന്നെ ആ റേറ്റിനേക്കാളും മേലെ പോയി. പക്ഷെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് 2 മക്കൾ വേണം. എനിക്ക് 2 മക്കളില്ലാത്ത സാഹചര്യം ആകുമ്പോൾ നമ്മൾ പോപ്പുലേഷൻ ഡിക്ലൈനിങ് ആണ്. അപ്പൊ ഞാൻ 10 മക്കളുണ്ടാക്കി, അതെ, അപ്പൊ ഒരു ഫാമിലിക്ക് ഇത്ര മക്കൾ വെച്ച് വേണം എന്നുള്ളൊരു കണക്കുണ്ട്. അപ്പോഴുള്ള കറക്റ്റ് ഇപ്പൊ എത്ര ആൾ മരിക്കുമ്പോൾ അത്ര ആള് പിന്നെ വരിക. അപ്പൊ അങ്ങനെ മനസ്സിലായോ. അപ്പൊ ഒരു വർക്കിംഗ് ക്ലാസ്സിൽ ഇത്ര ആൾക്കാർ, അതാണല്ലോ ഒരു എക്കോണമിയിൽ ഏറ്റവും പിന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഏതാ? ഒരു 18 മുതൽ ഈ റിട്ടയർ ആവുന്ന പ്രായം വരെയുള്ള ആൾക്കാരാണ് വർക്കിംഗ്. മറ്റവരെ കൊണ്ട് പിന്നെ എക്കോണമിയിൽ GDP-ൽ പിന്നെ എന്താ പറയാ കോൺട്രിബ്യൂഷൻ ഇല്ലല്ലോ. കേരളത്തിന്റെ റേറ്റ് ഇപ്പൊ ലൈക്ക് 2 ആണ്. GDP തോന്നുന്നുണ്ട്. കേരളത്തില് കുറവാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ. ബാക്കിയുള്ള സംസ്ഥാനങ്ങള് 2.1 കുറവാണല്ലോ. അല്ല, അങ്ങനെയല്ല, മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ. കാരണം മുമ്പൊക്കെ ഗൾഫ് പോയ ആൾക്കാർ തിരിച്ച് നാട്ടിലേക്ക് പൈസ അയച്ച് നാട്ടിൽ വീട് വെച്ച് തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ്. ഇത് ആൾക്കാരും പുറത്തേക്ക് പോകുന്നുണ്ട്, പൈസ തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. റെമിറ്റൻസ് ആയിട്ട് ഇങ്ങോട്ട് ഇപ്പൊ ഒന്നും വരുന്നില്ല, കമ്മിയപ്പോ. പിന്നെ അല്ലാണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേരളം അത്ര ഇങ്ങോട്ട് വളർന്ന് നിൽക്കില്ലായിരുന്നു. ഇപ്പൊ ഒന്നുമില്ലല്ലോ, ഇപ്പൊ ഒന്നുമില്ലാന്ന് പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഒരുപാട് കുറഞ്ഞാണ്. റെമിറ്റൻസ് കമ്മിയാണ്, പക്ഷെ നമ്മളെ സ്റ്റേറ്റിന്റെ ഇൻകമിന്റെ നല്ലൊരു പെർസെന്റേജ് റെമിറ്റൻസ് ആണ്. അതങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊരു ഡിക്ലൈനിലോട്ടാ പോണത്. നമ്മുടെ നിർത്തി പോവാ നാട്ടിലോട്ട്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വൈഫിനെക്കെ വിളിച്ചാളി. അല്ല, അതാണ് എല്ലാവർക്കും ഒരു കൺസേൺ. അതാ, നമുക്കിപ്പോ ജോലികൾ ഉണ്ടെന്ന് പറയാൻ പറ്റും, പക്ഷെ നമ്മൾ അർഹിക്കുന്ന ജോലി കിട്ടുന്നുണ്ടോ, നമുക്ക് സാറ്റിസ്ഫാക്ടറി ലെവലായിട്ടുള്ള ഒരു സാലറി കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇപ്പൊ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാറില്ല. ഒരു മുമ്പൊക്കെ 50,000 റുപ്യ പറഞ്ഞാൽ നമുക്ക് വലിയ എമൗണ്ട് അല്ലേനോ. ഇതിപ്പോ ഒന്ന് കോഴിക്കോട് പോയി എണ്ണ അടിച്ച് വരുമ്പോഴത്തേന് ഇപ്പൊ എത്ര പൈസ വേണം? ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോഴത്തേന് മറ്റേ പറയണ്ടല്ലോ, അല്ല മറ്റേ പടത്തില് പറയണ്ടല്ലോ, ഒന്ന് ഒരു മാസം തട്ടിമുട്ടി പോകാൻ തന്നെ ഇത്ര വേണമെന്നില്ല. അതേപോലെ ശ്രീനിവാസനാ പറഞ്ഞ നമ്മൾ നാളെ കൊച്ചി പോയി വന്നപ്പോ നമ്മളെ എക്സ്പെൻസ് എത്രയായി? കാര്യമായിട്ട് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. 56,000 റുപ്യായി. അതുണ്ടാവും. അത് സാധാരണ തട്ടുകടന്ന് ഫുഡ് കഴിക്കണതിന് ഒരു 5 സ്റ്റാർ അങ്ങനെ തന്നെ. അത് മാറ്റം തന്നെയാണ്. അത് മാറ്റാണെങ്കിലും അങ്ങനൊന്നും അല്ലെങ്കിലും നല്ല സംഭവം കൂടുണ്ട്. പക്ഷെ എന്താ പറയുക, നമ്മളെ ലൈഫിന്റെ സ്റ്റാൻഡേർഡ് കൂടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് ഇപ്പൊ പിന്നെ ഓയിൽ റൂം എടുത്തിന് ആള് മാരിയറ്റ്
നാലാൾക്കാർ പോയാൽ അത്ര ചെലവുണ്ടാവും. നിങ്ങൾ ഒരാൾ സ്കൂട്ടറിന് പോണ ചെലവാണോ, നിങ്ങൾ നാളെ ആള് 30,000 റുപ്യ ഒരു മാസത്തെ സാലറി കിട്ടുക എന്ന് പറഞ്ഞാൽ 30,000 വലിയൊരു എമൗണ്ട് ആയിരുന്നു. എടാ ഇതിൽ ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ ഇപ്പൊ എന്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഈ കാര്യം സംസാരിച്ചിന്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചില്ല മെയിൻ പോയിന്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളെ പാരൻസ് നമ്മളെങ്ങനെ വളർത്തി നമ്മൾ കണ്ടതാണ്. നമുക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് ഒരു സ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ എൻ്റെ ഫാമിലി സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ ഒരു പടത്തിന് പോകും. മാസത്തിലൊരിക്കൽ പുറത്തുനിന്ന്, ഞാൻ ചെറിയ കുട്ടിയാകും കേട്ടോ, മാസത്തിലൊരിക്കലാണ് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോവുക. അതന്നെ ബ്രോസ്റ്റ് കഴിക്കാൻ എന്തെങ്കിലും പോകും, അതും മാസത്തിലൊരിക്കൽ. ചിലപ്പോൾ ചില മാസം സ്കിപ്പ് ചെയ്ത് 2 മാസം കൂടുമ്പോൾ ഒന്ന് പോകും. അങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എങ്ങോട്ടേലും പോകുമ്പോൾ അന്നൊന്നും കാറ് സ്പെൻഡ് ചെയ്യാൻ ഇങ്ങനെ പെട്രോൾ അടിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ബസ്സിന് പോകും വരും. അതേപോലെ ഉമ്മാന്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ബസ്സിന് പോയി വരിക. അങ്ങനെ ബൈക്ക് നമ്മൾ 4 ആൾക്കാർ പോകും. അതേപോലെ വീട്ടിൽ ചിക്കൻ വാങ്ങണത് ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന്, എല്ലാ ആഴ്ചയും ബീഫും വെള്ളിയാഴ്ച ബീഫ് അങ്ങനെ സെറ്റപ്പ് നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ചിലപ്പോൾ ചിക്കൻ വാങ്ങും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മളെങ്ങനെ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇൻ്റെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ആഴ്ചയിൽ 2-3 ദിവസം നമ്മൾ പുറത്തുനിന്ന് അയക്കുന്നുണ്ടോ? ഇപ്പോൾ കുറച്ചായിട്ട് ഉണ്ട്. ഇവിടെ ഇറങ്ങണ എല്ലാ മലയാളം പടത്തിന് ചെക്കന്മാർ പോകുന്നുണ്ടോ? ഉണ്ട്. ട്രാൻസ്പോർട്ടേഷന് വണ്ടി ഉണ്ട്, കാറുണ്ട്, ഊബർ വിളിക്കണേ. ചെറിയ സ്ഥലങ്ങൾക്ക് വണ്ടി ബൈക്ക് എടുത്തു. നാട്ടിലാണെങ്കിൽ തന്നെ ഇപ്പോൾ അങ്ങാടിക്ക് എനിക്ക് 3 കിലോമീറ്റർ ഉള്ളത്. ഞാൻ പാടത്ത് കൂടെ ചാടി പോവുകയാണെങ്കിൽ അത്രയില്ല, ഒരു 10 മിനിറ്റ് അങ്ങാടിക്ക് എത്തും. എനിക്ക് +2 ആവുന്ന വരെ എനിക്കൊരു വണ്ടി കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ വാപ്പൊരു വണ്ടി എടുക്കുന്നത് വരെ അങ്ങനെ തന്നെയാണ് പോയിരുന്നത്. അന്ന് എനിക്ക് ചിലവില്ല അങ്ങാടി പോയി വരാൻ. ആ +2 കാലഘട്ടത്തിന് ശേഷം എനിക്ക് ബൈക്കിന് പോവുകയാണ് ഞാൻ. അപ്പോഴും ആ ഓപ്ഷൻ അവിടെ ഉണ്ട്, പക്ഷെ ബൈക്കിന് ഞാൻ പോവുള്ളൂ. അതിന് എനിക്ക് അങ്ങാടി പോയാണെങ്കിൽ 10 രൂപ 15 രൂപ ചിലവുണ്ട്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ പേരൻസിൻ്റെ സമയത്ത് അത്രയും ചെറിയ പൈസക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ലതാണ്, നമുക്ക് ഇത്രയും ഇതുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലവ് കൂടുതലാണ് എന്നൊരു പോയിന്റ് വരെ പറയാം, കാരണം സാധനങ്ങൾക്ക് വില കൂടി അങ്ങനെയൊക്കെ പറയാം. പക്ഷെ എന്നാലും ചെറിയ ചിലവിൽ നമുക്ക് ജീവിക്കാം. ലൈഫ് സ്റ്റൈലിൻ്റെ ഞാൻ പറഞ്ഞത് ഇത് മോശമാണെന്നല്ല, നമ്മൾ ചിലവാക്കണം, നമുക്ക് പൈസ വരുന്നത് ചിലവാക്കണം, എല്ലാം ചെയ്യണം, എൻജോയ് ചെയ്യണം. പക്ഷേ അങ്ങനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ ലൈക്ക് അന്നത്തെ ചിലവ് ഇന്നത്തെ ചിലവും കൂടുതലാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കൂടി. അന്ന് യൂസഫ് അലി വന്നപ്പോൾ പറഞ്ഞ ഓർമ്മയുണ്ടോ എന്താണ് പിന്നെ യങ്സ്റ്റേഴ്സിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് വെച്ചാൽ മൂപ്പര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരവിനേക്കാൾ കൂടുതൽ നമ്മളെ ചെലവാവരുത്. അതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം എന്നാണ് മൂപ്പര് പറഞ്ഞത്. യൂസഫ് അലി വരെ അങ്ങനെ പറഞ്ഞെന്നുള്ള ഭയങ്കര ഒരു ഇതാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പല ട്രോളും കണ്ടുണ്ടാവും. ഈ വാപ്പാന്റെ കാലത്ത് വാപ്പ ഈ 20,000 റുപ്യ സാലറിക്ക് അന്ന് വാപ്പാക്ക് കിട്ടി വെച്ചിട്ട് വീട് വെച്ച് സ്ഥലം വെച്ച് നമുക്ക് എന്താ ഉള്ളത്, ഇപ്പോഴും വാടക നമ്മൾ റെന്റ് കൊടുത്താൽ നിൽക്കാം, നമുക്ക് ഒന്നും ഇല്ലാന്ന് പറയും. പക്ഷേ നമ്മൾ ലൈഫ് അത്ര എൻജോയ് ഉണ്ട്. ഇപ്പം നമ്മളെ പേരൻസ് ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഒരു 2% പോലും എൻജോയ് ഉണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ഓലൊക്കെ ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകുക അതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി നമ്മൾ എൻജോയ് ഉണ്ട്. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് മുമ്പ് 1,500 ദിറംസ് അല്ലെ 1,500 റിയാൽ സാലറി ഉള്ള ഒരു പ്രവാസി നാട്ടിൽ വീട് വെച്ച് പെൺകുട്ടികളെ കെട്ടിച്ച് അവരെ പഠിപ്പിച്ച്. 1,500 എന്ന് പറയുന്നത് ഇന്നത്തെ എത്രയാണ്? ഇന്നത്തെ ഒരു 8,000-10,000 ദിറംസിന്റെ ഇക്വലന്റ് ആയില്ലേ? ഒരു ബേസിക് പേ എടുത്താൽ മതി. ബേസിക് പേ ഉള്ള ആൾക്കാർ നമ്മളെ ആൾക്കാരൊക്കെ ഗൾഫിൽ പോയിക്കൊണ്ടിരുന്ന ജോലി എന്തേലും ഹൗസ് ഡ്രൈവർമാരൊക്കെ ആയിട്ട് ഹൗസ് ഡ്രൈവർ, ഗ്രോസറി ജോലികള്, കഫ്തീരിയ, അതൊക്കെയാണ് നമ്മളെ ആൾക്കാരെ പണി. എന്നിട്ട് അവർക്കൊരു സർക്കിൾ ഉണ്ടായിരുന്നു. അതേപോലെ ഇന്ന് ഒരുപാട് ആൾക്കാർ അവിടെ എത്തും, ആദ്യം പൈസ സേവ് ചെയ്യും, നാട്ടിൽ വരും, കല്യാണം കഴിക്കും, തിരിച്ചു പോവും, വീട് കയറ്റും, മക്കളെ കെട്ടിക്കും, മക്കളെ കെട്ടിക്കും, പിന്നെ കുടുംബത്തിൽ പെങ്ങന്മാരുണ്ടെങ്കിൽ അവരെ കെട്ടിക്കും, വീട് കയറ്റും. ഇവരെന്ത് ചെയ്യും, ലാസ്റ്റ് ഹജ്ജിനൊക്കെ പോയി റിട്ടയർഡ് ആവും. അപ്പോൾ തന്നെ ചെക്കനൊരു 22 വയസ്സാവും, ഓനെ നേരെ കയറ്റും. കൊല്ലങ്ങളായിട്ട് മലബാറിലെ പ്രവാസികൾക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അതായത് അവർക്ക് അവരെ പറ്റിയിട്ടുള്ള ചിന്തല്ല, സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. കുടുംബത്തിനെ രക്ഷിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ആണ്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഇല്ല. ഞാൻ സമ്മതിച്ചിട്ടോ, അവരെ സമ്മതിക്കണം. എന്താ വെച്ചാൽ ഒരു 18 വയസ്സിലൊക്കെ പോയ ആൾക്കാർ, 18 വയസ്സോ 18 വയസ്സാവാതെ പാസ്പോർട്ട് കള്ള SLC സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് കയറി പോയ ആൾക്കാരുണ്ട്. മുംബൈക്ക് പോവും, അവിടുന്ന് വിസ അടിക്കുക. അപ്പൊ ഇവരെന്താ വെച്ചിട്ടാ ഇവരെ നല്ലൊരു ഏജ് കൊണ്ട് കളയേണ്ട കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ ഇവർക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല. പക്ഷെ എല്ലാരും അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് ഭയങ്കര സങ്കടം ഉണ്ട്. എന്താ വെച്ചാൽ അവരിതൊക്കെ ചെയ്തിട്ടും കുടുംബക്കാരെ നോക്കാത്തവരുണ്ട്. കുടുംബക്കാരെ ഇതൊന്നും അപ്രിഷിയേറ്റ് ചെയ്യാത്ത കുടുംബക്കാരുണ്ടാവും. ഇവരെ പൈസ ഉണ്ട് കഴിഞ്ഞപ്പോൾ ഇവരെ മറന്നവരുണ്ട്. പത്തേമാരിയിൽ മമ്മൂട്ടിയുടെ അവസ്ഥ കണ്ടിട്ടില്ലേ? അതേപോലെ ആയവരുണ്ട്. പണ്ടത്തെ ഗൾഫേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവന്റെ വാപ്പ ഗൾഫിലാ. അല്ല പക്ഷെ ഇതാണ്
എല്ലാ പരിപാടിക്കും ഗൾഫാറിന്റെ കോൺട്രിബ്യൂഷൻ ആവശ്യമാണ് അല്ലേ? എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഗൾഫാറിന്റെ കോൺട്രിബ്യൂഷൻ ആവശ്യം. നാട്ടില് അനിയന്മാര് അതിനെക്കാട്ടിൽ ഇരട്ടി സാലറി വാങ്ങുന്ന ആളുണ്ടെങ്കിലും ഗൾഫാരെന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം ഇയാൾക്കായിരിക്കും, എല്ലാ ബാധ്യതകളും ഇയാളെ തലയിലായിരിക്കും. അങ്ങനെയൊക്കെ പലതുണ്ട്. ആ ഡെഡിക്കേഷൻ കൊണ്ട് പോവാണ്. പിന്നെ എന്തെങ്കിലും ഒരു കുറി ഉണ്ടാവും, ബാക്കി പൈസ നാട്ടിൽ അയക്കാം. പിന്നെ അവിടെ ആ ഒരു ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ ജീവിച്ച് ഞാൻ അങ്ങനെ ആലോചിക്കാം, നമുക്കൊക്കെ ഒന്ന് ലൈഫ് സ്റ്റൈൽ, നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇവിടെ ആണെങ്കിലും നമ്മളെ ലൈഫ് ഇവിടെ ആണെങ്കിലും നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് വീക്കെൻഡിൽ ചെയ്യാൻ. അത് ഇത് ഓല ആ ഒരു 5-8 ആൾക്കാരുള്ള റൂമിൽ മൂട്ടട കടിയും കൊണ്ട് കണ്ട് കൊല്ലങ്ങളോളം കഴിഞ്ഞു പോകണ്ടേ. സമ്മതിക്കണം, 5 കൊല്ലൊക്കെ നിന്നിരുന്നില്ലേ? 5 കൊല്ലം തിരിച്ചു വരാനല്ലേ? അത് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വാട്സാപ്പില്ല, ഫോണില്ല, ആ ഫോണൊക്കെ വിളിക്കാൻ എങ്ങനെ അറിയാം? അയൽവക്കത്ത് വീട്ടിൽ എവിടെയെങ്കിലും ആയിരിക്കും ഈ ഫോൺ ഉണ്ടാവുക. എന്നിട്ട് അങ്ങോട്ട് വിളിക്കുക, എന്നിട്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ട് കാക്ക വിളിക്കണ്ടാവും, ഓടിപ്പോയിട്ട് ഫോൺ എടുക്കുക, അങ്ങനെ പറയണം, എന്നിട്ട് വെയിറ്റ് ചെയ്യാ, ഇത്ര മിനിറ്റ് കഴിഞ്ഞാൽ വിളിക്കും വരാൻ പറയാം. എന്നിട്ട് അതെ അല്ലേ, അത് അവരവിടെ STD ബൂത്തിൽ വെയിറ്റ് ചെയ്ത് കണ്ട് ലൈനിൽ വേറെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അതാണ്. അപ്പൊ അങ്ങനെയും സേവ് ചെയ്തിട്ടാണ് ഇവരൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ആ ലെവൽക്ക് ഇപ്പൊ നമുക്ക് കിട്ടുന്ന സാലറി ആ ലെവൽക്കൊക്കെ സേവ് ചെയ്ത വീടും പറമ്പൊക്കെ നമുക്ക് വാങ്ങാം. പക്ഷെ നമ്മള് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മള് കുറച്ചും കൂടി ലൈഫിന് ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അന്ന് 1500 ദിർഹമാണ് സാലറി, ഇന്ന് ചിലപ്പോൾ 3000 ദിർഹം സാലറി ഉണ്ടാവും. അപ്പൊ അത് ഏകദേശം ഇക്വറ്റ് ആവും. പിന്നെ നമ്മൾ ആ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ റൂം ഇതൊക്കെ വാങ്ങാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ പ്രയോറിറ്റൈസ് എൻജോയ് ചെയ്യുന്നുണ്ടോ? അതാണ് പിന്നെ ബ്ലാക്ക് എന്റെ അഭിപ്രായത്തിൽ അതാണ് വേണ്ടത്. പിന്നെ ബ്ലാക്ക് മണി നമ്മളെ നാട്ടിൽ നല്ലോണം വന്നിക്കണ്. എന്താ വെച്ചാൽ കോൽപ്പണം നല്ലോണം വന്നിക്കണ്. കോൽപ്പണം നമ്മുടെ നാട്ടിൽ പണമായിട്ടും മലബാർ ഗോൾഡൊക്കെ ആയിട്ട് പല രീതിയിൽ അത് നല്ലോണം വന്നിട്ടുണ്ട്. ഇപ്പൊ ആൾക്കാർ പിന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യലും ബാങ്ക് വഴി അയക്കലും അങ്ങനെയൊക്കെ നല്ല രീതി തന്നെ ഇപ്പൊ അഡ്വാൻസ്ഡ് ആയി. ഇപ്പൊ ക്രിപ്റ്റോ ഉപയോഗിച്ചിട്ടൊക്കെ ആയി, USDT ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളായി. എന്തായാലും ആൾക്കാർ അത് മലപ്പുറം കേന്ദ്രീകരിച്ചിട്ടൊക്കെ കുറെ ആൾക്കാരെ ചെയ്യണം, കുറെ ആൾക്കാരെ പൊക്കിക്കണ്. അതിലൊന്നാണ് ഫൈസൽ മുഹമ്മദ്. എന്റെ പേരാണ്. ഇപ്പോഴും ആൾക്കാർക്ക് സാധനം വാങ്ങി കൊടുക്കണം. ഇപ്പോഴും പിടികിട്ടാ പുള്ളിയായിട്ട് ഇങ്ങനെ നാട്ടിൽ നടക്കണ പല പിന്നില് ഫൈസൽ മുഹമ്മദ്. പിന്നെ വലിയ വെളിപ്പെടുത്തൽ എനിക്ക് അതേപോലെ തന്നെ തുടങ്ങിയിട്ടാണ് ഇപ്പോഴും എനിക്ക് ഇപ്പൊ ഈ കാലത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ട്, അപ്പോൾ ഞാൻ യൂറോപ്പിൽ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരുപാട് സ്കിൽഡായ നാട്ടിൽ നിന്ന് ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച നല്ല ഹയർ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ നല്ല മാർക്കുള്ള ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആയിട്ട് പാസ്സായ ഒരുപാട് ആൾക്കാർ യൂറോപ്പിലുണ്ട്. പയ്യന്മാർ നിങ്ങളെ വാങ്ങിച്ച് പറയാം, CET-ലൊക്കെ നിങ്ങൾ പഠിച്ച്, അതേപോലെ നിങ്ങൾ നല്ലൊരു എക്സാമ്പിളാണ്, CET-ൽ പഠിച്ച ആൾക്കാർ ഞങ്ങൾ രണ്ടാൾക്കാർ. പക്ഷെ ഞാൻ എന്താ പറയണ്ട, പല ആൾക്കാരും ഇതേപോലെ അവരെ സന്തോഷത്തിലുള്ളതോ അല്ലെങ്കിൽ അവരെ ഹാപ്പിയാക്കുന്നതോ അവരെ ഡ്രീം കണ്ടിരുന്നതോ ആയ ജോലിയല്ല യൂറോപ്പിൽ എടുക്കുന്നത്. ഞാൻ കണ്ട എൻജിനീയേഴ്സ് ഉണ്ട്, ആയുർവേദിക് ഡോക്ടേഴ്സ് ഉണ്ട്, ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അവർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് ബാങ്കിലാണ്. അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ അവർക്കൊരു അങ്ങനെ സെറ്റിൽഡ് ആയി പോയി. ഞാൻ ഇപ്പോൾ ആലോചിക്കും, ഓരോ മുമ്പിലൊരു വെളിച്ചം പോലെ ഇതിന് ഇറങ്ങലും ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? കാരണം നാട്ടിൽ നിന്ന് പോന്നപ്പോ ലോണും പിന്നെ ഒരു ജോലിക്ക് കയറി എന്ന പ്രശ്നം അറിയോ, നമ്മൾ ഫസ്റ്റ് ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. നാട്ടിൽ നമ്മൾ കുറച്ച് വീട്ടിൽ കുറച്ച് ഫണ്ട് കൊടുത്ത് തുടങ്ങി, പിന്നെ എന്തെങ്കിലും ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് വിട്ടുപോലെ നടക്കൂല. ഒന്നാമത് എന്താ പറയുക, പൈസ വന്നു തുടങ്ങിയാൽ പിന്നെ അതൊരു മനസ്സിലാവും, ഓക്കെ ഇത് കൊള്ളാലോ. നമ്മളടുത്ത് ആദ്യമായിട്ട് കാരണം ചിലപ്പോൾ പൈസ ഉണ്ട്. എന്താ പറയുക, നേരത്തെ പറഞ്ഞാൽ പാഷൻ അല്ലെങ്കിൽ മണി എന്നുള്ളടത്ത് നമ്മൾ മണി ചൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ ജോലി കിട്ടുന്നവരെ കുറേ സപ്പോർട്ടിങ് വേരുകൾ ഉണ്ടാവും. ഇപ്പോൾ വാപ്പാൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരൻ റോൾ ചെയ്യുക, അങ്ങനെ ആ വേരുകളൊക്കെ ഉണ്ടാവും. ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ വേരൊക്കെ അറ്റി പിന്നെ നമ്മളിങ്ങനെ പൈസ അങ്ങോട്ട് കൊടുക്കുന്ന റോളിങ്ങിലേക്ക് മാറി. പിന്നെ എന്താ വെച്ചിട്ടാ എനിക്കത് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുക. അങ്ങനെ കുടുങ്ങി കിടക്കുന്നവർ, യൂറോപ്പിലായാലും ഇനി പെർത്തായാലും പ്രവാസ ജീവിതം നയിക്കുന്നവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സംഭവം ബിസിനസ്സായിട്ടോ എന്തെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ യൂറോപ്പിലായാലും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നിടത്ത് ലാംഗ്വേജ് പ്രശ്നമാണെങ്കിലും അതിനൊക്കെ ഇപ്പോൾ പരിഹാരങ്ങളുണ്ട്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ ഇപ്പോൾ നിശിനും പാരിസും ചെയ്യണ്ടല്ലോ, ചെയ്യാതിരിക്കണ്ടല്ലോ. നമ്മളെ മുമ്പിൽ എപ്പോഴും ഒരു വെളിച്ചം വേണം. അപ്പോൾ അത് ഒരു 9 to 5 സ്റ്റക്കായിട്ട് അടഞ്ഞു പോകരുത്. നമ്മൾ പൈസ ഉണ്ടാക്കിയെന്ന് വരില്ല ഒരുപാട്. ഇപ്പോൾ ചിലപ്പം 9 to 5 വർക്ക് ചെയ്യുന്ന ഒരാളൊരു ബിസിനസ് ചെയ്യുന്നതിനെക്കാട്ടിലും പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഈ ബിസിനസ് ചെയ്യുന്നവന് എപ്പോഴും ഒരു ഹോപ്പ് ഉണ്ടാവും, എനിക്ക് ഇത്ര ദിവസം കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴും ലൈഫിൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും മുമ്പോട്ടുള്ള ജീവിതം. അത് മറ്റേ ലൈഫിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകും,
പക്ഷേ എനിക്കറിയില്ല, നിങ്ങൾക്കാണ് അത് നന്നായിട്ട് അറിയാം, മനസ്സിലായി. നിങ്ങൾ പിന്നെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ പരിപാടികളും. സാറ്റിസ്ഫാക്ഷൻ സ്പെക്ട്രത്തിൽ എവിടെയാണെന്നുള്ളതാ. മനസ്സിലായോ? ഫാരിസി ഇരുന്ന് ആലോചിക്കണം വർഷാനപ്പോൾ അത് എന്തൊക്കെയാണ് നടക്കുന്നത്. മിക്കവാറും നാളെ റെസിഗ്നേഷൻ ഇല്ല, പോവില്ല. ഈ എന്റെ പെപ്ടോക്ക് ഒന്നും കേട്ടിട്ട് പോയി പൈസ കണ്ടമാനം വരില്ലേ. ഞാൻ പറഞ്ഞിട്ട് പൈസ പറഞ്ഞിട്ട് ഇറങ്ങണാണ്, ഇറങ്ങി വരണ്ടടാ. ഇല്ല, ഇത് നമ്മൾ സൈഡായിട്ട് ചെയ്യാ. സൈഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഇതിനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം. ജോലി ഇപ്പൊ ഒരു സൈഡ് ബിസിനസ് വരെ ആയിക്കണ്. കാരണം ഒന്നാമത് കമ്പനി വലിയ മോശമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഞങ്ങളെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഖമാണ്. അതായത് നമുക്ക് വേറെ കാര്യങ്ങൾക്കും നമ്മളെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പണിയിൽ മാത്രമായിട്ട് പോകണില്ല. അതുകൊണ്ട് ഇത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രിവിലേജ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അതില്ല. എന്താ വെച്ചാൽ ഞാൻ കേട്ട ആൾക്കാരെ കണ്ട് രാത്രി 9 മണി വരെയൊക്കെ ഇരിക്കുന്നവരുണ്ട് ഇവിടെ. ഒക്കെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരാട്ടോ. അവർക്ക് പിന്നെ എന്താ പറയുക, ഭയങ്കര സ്ട്രെസ് ഉണ്ട്. എന്നാൽ പേയ്മെന്റ് ഉണ്ടാവും. ഓവർ ടൈമിന് അതിന് പേയ്മെന്റ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾ. ഞാൻ വിചാരിച്ചിരുന്ന യൂറോപ്പിൽ വരുമ്പോൾ കുറേയൊക്കെ ആ കാര്യങ്ങൾ മാറി കിട്ടും. എന്നാൽ ചില കമ്പനീസിൽ ആ ഇന്ത്യൻ കൾച്ചർ അതുപോലെയുള്ളതുണ്ട്. ലൈക്ക് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ല, ഇവിടെ കുറച്ചും കൂടി പ്രിവിലേജ്ഡ് ആണ് പോളണ്ടില്. നമ്മളെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ യു കെയിലും കാനഡയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വീക്കെൻഡിൽ ഒഴിവില്ല. അപ്പൊ നമുക്ക് സാറ്റർഡേ സൺഡേ ഒഴിവുള്ള ആൾക്കാരുണ്ടല്ലോ. കാരണം വീക്കെൻഡിൽ ഷിഫ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഇങ്ങനത്തെ ജോലി ആയിക്കോണമെന്നില്ല, കോർപ്പറേറ്റ് ജോലി ആയിക്കോളും. ഇപ്പൊ റീസെന്റ് ഒരു ഇത് വന്നിട്ടുണ്ട്. പോളണ്ടിൽ ഏകദേശം 100ഓളം കമ്പനികൾ അതിൽ സൈനപ്പ് ചെയ്താണ്. 4 days വർക്ക് വീക്ക്. കുറെ കമ്പനികളിൽ സൈനപ്പ് ചെയ്താണ്. നമ്മളെ കമ്പനി സൈനപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ ഒരുപാട് അതിന് ഇതായി കഴിഞ്ഞാല് സക്സസ് ആയി, അതിന്റെ റിസൾട്ടും കാര്യങ്ങളും സക്സസ് ആയി കഴിഞ്ഞാൽ അവരത് തുടരും. എല്ലാവർക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യും. 4 day വർക്ക്. അതിൽ സാലറി കുറച്ചിട്ടില്ല, പക്ഷെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക നല്ല രീതിയിൽ. സ്വീഡനിൽ എവിടെയൊക്കെ വന്നിരുന്നു. നമ്മൾ പ്രൊഡക്റ്റീവ് ആയാൽ മതി. അപ്പോൾ അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 3 വെള്ളിയും ശനിയും ഞായറും നിങ്ങൾക്ക് അവധി. അത് ഇതില് സൈനപ്പ് ചെയ്ത കമ്പനീസിന് മാത്രം ട്രയൽ ഇപ്പൊ റൺ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ എത്ര വർഷത്തിനാ എനിക്കറിയില്ല, എന്തായാലും 2 വർഷം എന്തോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഔട്ട്പുട്ട് നോക്കിയിട്ട് അവര് ബാക്കി എക്സ്പാൻഡ് ചെയ്യും. അത് നിങ്ങളുടെ അഭിപ്രായത്തിലുണ്ടോ? നല്ലതാണോ? നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഓരോരുത്തർ ചെയ്യുന്ന ജോലി എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ നാളെ പറഞ്ഞില്ലല്ലോ, തൊക്കുന നാരായണമൂർത്തി 76 മണിക്കൂർ പെർ വീക്ക് വർക്ക് ചെയ്യണമെന്നാണ് മൂപ്പര് പറഞ്ഞത്. ആ മൂപ്പര് പെർസ്പെക്റ്റീവിൽ എടുത്ത് നോക്കുമ്പോൾ ശരിയായിരിക്കും. കാരണം മൂപ്പർക്ക് ചിലപ്പോ വർക്ക് ഒരു സ്ട്രെസ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. അത്രക്കും പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ വർക്ക് ഒരു സ്ട്രെസ് ആവില്ല. അപ്പൊ നമ്മളെ തലച്ചോറിന് ആ സ്ട്രെസ് അത്രക്കും നമ്മൾ സ്ട്രെസ് എടുത്തിട്ട് ചെയ്യണ പണി എന്താണ്, നോർമലായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യണ പണി ഏതാണെന്ന് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനത്തെ ഒരു ഈസി വർക്ക് പാഷൻ ആണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ 24/7 വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ശരിയല്ലേ? നമുക്ക് അങ്ങനെ 4 days വീക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി 3 days എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ പക്ഷെ ടാസ്ക് എന്താണെന്നുള്ളതിനനുസരിച്ചിരിക്കും ചെയ്യും. ഇപ്പൊ എന്റെ ടാസ്ക് ഡെയിലി പിന്നെ ഒരു എന്തെങ്കിലും ഒരു ആക്ഷൻ വേണ്ടി ഒരു വർക്കാണെന്നുണ്ടെങ്കിൽ അല്ല, ഇപ്പൊ ഡെയിലി ഒരു ആക്ഷൻ വേണ്ടിയ വർക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് 3 ദിവസത്തെ പിന്നെ ഹോളിഡേ തന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് വേറെ ഒരാളെ ഹയർ ചെയ്യേണ്ടി വരും. കാരണം എന്നെ ബേസിക്കലി 4 ദിവസമുള്ള ഒരാഴ്ചയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുക. പിന്നെ വേറൊരാൾ വേണ്ടേ ആ ടാസ്കിൽ. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ പ്ലാനിങ് എന്തെങ്കിലും ചെയ്യുന്ന ആളുകളാണ്, അപ്പോൾ അതിനനുസരിച്ച് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ മര്യാദക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ആ സർക്കിൾ ഫുൾ റൊട്ടേഷനിൽ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻപുട്ട് വേണം. അപ്പോൾ ബേസിക്കലി ആ എംപ്ലോയി അന്ന് ഓഫ് ആണെങ്കിൽ അവിടെ ഇൻപുട്ടില്ല. അപ്പോൾ ആ സപ്ലൈ ചെയിൻ ബ്രേക്ക് ആയില്ലേ അല്ലേ? ചിലപ്പോൾ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് നമ്മുടെ ടാസ്കിനനുസരിച്ചിരിക്കും. എന്താ പറഞ്ഞത്? അതെ, എന്താ വെച്ചാൽ നല്ല നടക്കട്ടെ. എനിക്ക് നല്ലതല്ലേ 3 ദിവസം. അല്ല, നമ്മളിത് ഇങ്ങനെ പറയാൻ കാരണം ഇവനൊക്കെ അല്ലെങ്കിലും ആഴ്ചയിൽ എല്ലാ ദിവസവും അവധി. നമ്മളൊക്കെ ഇങ്ങനെ ഇത്ര 3 ദിവസം കിട്ടണം വീക്കെൻഡ് ലുക്കിംഗ് ഫോർവേഡ് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് എൻജോയ് ചെയ്യാത്തോണ്ടാണ്. അത്രക്കും എൻജോയ് ചെയ്യണ ഒരു വർക്കാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എൻജോയ് ചെയ്ത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കണേ. ഞാൻ ചിന്തിക്കുന്ന നേരെ തിരിച്ചാ. ഇപ്പൊ 4 ദിവസം നമുക്ക് വർക്ക് കിട്ടി, ബാക്കി 3 ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ പറയാം, നമുക്ക് പോഡ്കാസ്റ്റിനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കാന്നുള്ള മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. ആ 3 ദിവസം ഫ്രീ ആയിട്ട് ഇരുന്ന് വീട്ടിൽ വെറുതെ ഇരിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് അല്ല. ലൈക്ക് വീക്കെൻഡ് കിട്ടണം എന്നുള്ളതല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ വീക്കെൻഡിലല്ലേ നമ്മളെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും മീറ്റിംഗ് കൂടുന്നതും പോഡ്കാസ്റ്റ് ഡിസ്കഷൻസ് വരുന്നതും. വീഡിയോസ് നമ്മൾ പക്ഷേ നമ്മൾ പ്രോപ്പർ വീക്കെൻഡ് ഇപ്പോൾ കുറച്ചായിട്ട് എടുക്കുന്നുണ്ടാവും, പക്ഷേ നമ്മൾ കുറച്ച് മുന്നേ വരെ പ്രോപ്പർ വീക്കെൻഡ് അല്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഷൂട്ട് ഉണ്ടാകലുണ്ട് അല്ലേ? അപ്പോൾ ലൈക്ക് നമ്മൾ അങ്ങനെ ചിന്തിക്കുക ലൈക്ക് പറഞ്ഞല്ലേ.
അല്ലാതെ പറഞ്ഞേ ആ വർക്കിനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് ആ വർക്ക് എനിക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഈ പ്രൊഡക്റ്റീവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ അല്ല. ഡിപ്പെൻസ് ആണ് ആൾക്കാരെ സബ്ജക്റ്റീവായിട്ട്. അതെ. പിന്നെ നിങ്ങൾ വേറെ സംഭവം കണ്ടു, ഞാൻ ഇപ്പം ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാ, ഈ നമ്മുടെ നാട്ടിൽ മറ്റേ ഇതില്ലേ വിൻഡ് മില്ലൊക്കെ. വിൻഡ് മില്ല് നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഞാനിത് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ തമിഴ്നാട് ബോർഡറിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള വിൻഡ് മിൽസൊക്കെ ഏകദേശം 1.5 മെഗാവാട്ടൊക്കെയാണ്, 1.5 to 3 ഒക്കെയാണ് അതിന് മെഗാവാട്ടൊക്കെയാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. ചൈനയിൽ ഒരു പുതിയ വിൻഡ് ടർബൈൻ ഓൾറെഡി ലൈവ് വന്നു, അത് ടെസ്റ്റിംഗ് ഫേസും കാര്യങ്ങളൊന്നുമല്ല, ഓൾറെഡി ലൈവാണ്. അത് ഏകദേശം 17 മെഗാവാട്ട്സ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ എത്രയോ ഞാൻ പറയാം ഏകദേശം 10 to 15 ഇരട്ടി പ്രൊഡ്യൂസ് ചെയ്യും. അത് ഈ വിൻഡ് മില്ലിൻ്റെ തൂണില്ലാതെ എയറിൽ ഫ്ലോട്ട് ചെയ്തിട്ടുള്ള വിൻഡ് മിൽസ് അത് ഓൾറെഡി ഇപ്പോൾ വന്നു ചൈനയിൽ. അപ്പോൾ ചൈനയിൽ അപ്പോൾ ആ സംഭവത്തിന് ഒരു ഓൾറെഡി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ഈ വിൻഡ് മില്ല് വെച്ചിട്ട് എത്രയും സ്ഥലം വേണം, ഇത് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ബീച്ചിന്റെ സൈഡിലും സിറ്റീസിലൊക്കെ എന്ത് ചെയ്യാണ് ഈ വിൻഡ് മിൽസ് കൊണ്ടുപോയി എയറിൽ ഫ്ലോട്ട് ചെയ്ത് വെക്കുകയാണ്. അതിന് വേറെ സ്ഥലം വേണ്ട. പക്ഷെ അതിനെങ്ങനെ ഒരു ഇത് കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾ ഇപ്പോൾ ഡ്രോണൊക്കെ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ അത് ഓട്ടോമാറ്റിക് അവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അതിന്റെ എന്താ ടെക്നോളജി വെച്ചിട്ട്, എന്താ ടെക്നോളജി ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് നോക്കില്ല, പക്ഷേ ആ ടെക്നോളജി അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. പക്ഷേ ബേസിക്കലി അതിന് ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പോൾ വിൻഡ് മില്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ഒരുപാട് സ്ഥലം കൺസ്യൂം ചെയ്തിട്ടാണ് അതവിടെ വർക്ക് ചെയ്യണതും അതിൻ്റെ കറണ്ട് സ്റ്റോർ ചെയ്യുന്നതും ഇതൊക്കെ ചെയ്യണത്. പക്ഷെ ഇത് ഓട്ടോമാറ്റിക് അതിൽ തന്നെ എന്തോ ഒരു ബാറ്ററിയിലാണ് സ്റ്റോറേജ് സേവ് ചെയ്യുന്നത്. അത് അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ബേസിക്കലി അവരത് അച്ചീവ് ചെയ്തെടുത്തത് ഏകദേശം ഈ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ ആ സാധനം കണ്ടപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഓക്കെ ഇത് 17 മെഗാവാട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മുടെ നാട്ടിലെ വിൻഡ് മില്ല് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പക്ഷെ അത്രയും സംഭവം അത്രയും കോസ്റ്റിൽ അത് ഉണ്ടാക്കി അത്രയും ലാൻഡും അത്രയും സ്പെക്കും കാര്യങ്ങളും കൊടുത്തിട്ട് പോലും ഇത് നമ്മുടെ നാട്ടിലൊക്കെ വിൻഡ് മില്ല് 3 മെഗാവാട്ടൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് അതേസമയം 17 മെഗാവാട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തൂണില്ലാത്ത കാറ്റാടി ഇത്. പക്ഷേ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ല അങ്ങനല്ല. ഇപ്പൊ ഇവിടെയാണ് ഇപ്പൊ കൂടുതൽ വിൻഡുള്ള ഇങ്ങോട്ട് മാറ്റാം, അവിടെ കൂടുതൽ വിൻഡുള്ള മാറ്റാം അല്ലേ അല്ലെ? മറ്റാന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ബിൽഡ് ചെയ്തില്ലേ, അവർക്ക് ഇത് ട്രാൻസ്പോർട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കണോണ്ട് ഡ്രോൺ മാതിരിയാണെങ്കിൽ. അല്ല ഈ മറ്റേ സാറ്റലൈറ്റ്സിന്റെ ഒക്കെ ഫുള്ള് സോളാർസ് അല്ലേ? നമ്മളൊരു പിന്നെ ഒരു കാര്യം മുമ്പ് പറഞ്ഞു ഓർമ്മട്ടോ, ലൈറ്റ്സിനെ നമുക്ക് ഓർഡർ ചെയ്യുന്ന ഒരു സെറ്റപ്പ് നമുക്കൊരു സ്പെസിഫിക് അത് റിയൽ ആയിരുന്നോ എന്ന് ചോദിച്ചു ഓർഡർ അത് ടെസ്റ്റിംഗ് ഫേസിൽ വന്നിട്ടുള്ളൂ, അല്ലാതെ ലൈക്ക് അത് റിയൽ ആയിട്ട് വന്നിട്ടില്ല. നമുക്ക് ബുക്ക് ചെയ്യാനേ പറ്റിയിട്ടുള്ളൂ ആ സമയത്ത്. അതന്നെ അതായത് നമുക്കൊരു സ്പെസിഫിക് കോർഡിനേറ്റിൽ ഒരു സാറ്റലൈറ്റ് വെച്ചിട്ട് ഒരു ടീം ലൈറ്റ് ഭൂമിയിലോട്ട് ഊബറിലൊക്കെ ബുക്ക് ചെയ്യണ പോലെ നമുക്ക് ബുക്ക് ചെയ്യാം. ഇന്ന സമയത്ത് ഇത്ര 10 മിനിറ്റിനാണെങ്കിൽ 10 മിനിറ്റ് ഇത്ര സമയത്തിന് ഊബറിൽ ഇത്ര പൈസ കൊടുത്ത് ബുക്ക് ചെയ്താൽ എനിക്ക് ആ സമയത്ത് ആകാശത്തിന് ലൈറ്റ് തന്നെ വരും. കല്യാണോ മറ്റേ കൺസേർട്ട് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൺസേർട്ട് ആ മറ്റേ ഇത്ര സ്ഥലത്ത് ഇത്ര ഏക്കറിൽ അവർ ലൈറ്റ് ചെയ്ത് തരുമല്ലോ. അത് ആ പ്രൊജക്ട് നമ്മളങ്ങനെ കുറേ സംഭവങ്ങൾ സംസാരിച്ചിരുന്നു പണ്ട്. നിഷിൻ മറ്റേ തല തിരിഞ്ഞ് നിൽക്കണ ഹാങ്ങിങ് ബിൽഡിങ് ഒന്നും ആയിട്ടില്ല, അതൊക്കെ കൺസെപ്റ്റ് ആയിട്ട് അങ്ങനെ പോയി. അതിന്റെ പക്ഷേ കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും പിന്നെ വന്നിട്ടില്ല. അതായത് അതിന്റെ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ അതിന്റെ ഒന്നും വന്നിട്ടില്ല. അതെ, കൺസെപ്റ്റ് സ്റ്റേജിലാണ്. പക്ഷെ ഇതൊക്കെ എന്താ പറയാ, നമ്മളിപ്പോ ഇതിനെ പറ്റി നമ്മൾ സംസാരിച്ച് 1 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലൈക്ക് 5 വർഷവും 10 വർഷത്തൊക്കെ വിഷൻ പ്രൊജക്ടുകളാണ് ഇതൊക്കെ. മറ്റേ ലിഫ്റ്റിന്റെ ഒക്കെ പണി തുടങ്ങിയ പോലെ ലിഫ്റ്റ് ചൊവ്വക്കുള്ള അതൊന്നും നടന്നിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ഇന്നാളെ സംസാരിച്ച Voyager 1 Voyager 2 ഉണ്ടായിരുന്നു. അതിപ്പോ 1 ലൈറ്റ് ഡേ ദൂരത്തിലെത്തിക്കണേ, 13-15 ബില്യൺ കിലോമീറ്റേഴ്സ് അവേ. അതായത് ഒരു ലൈറ്റ് ഒരു ദിവസം എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഡിസ്റ്റൻസ് എത്തിയിട്ടുണ്ട്. അതാണ് ദിവസം. അതായത് ഒരു ഹ്യൂമൻ മെയ്ഡ് ഒബ്ജക്റ്റ്, ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ഒരു ഹ്യൂമൻ മെയ്ഡ് ഒബ്ജക്റ്റ് ആണ് Voyager 1. അതിൽ നമ്മളൊരു ഗോൾഡൻ ഡിസ്കിനെ പറ്റി പറഞ്ഞിരുന്നു, ഏലിയൻസിനുള്ളൊരു മെസ്സേജ്. നമ്മളെ ഭൂമിയിലുള്ള 52ഓളം ലാംഗ്വേജുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഡിസ്ക് ഉണ്ട്, ഒരു ഗോൾഡൻ ഡിസ്ക്. അത് കൂടാതെ നമ്മളെ ഹ്യൂമൻ അനാറ്റമിയും ഇവിടുത്തെ കുറേ പിക്ചേഴ്സും എല്ലാം വെച്ചിട്ട് അഥവാ ഒരു ഇൻ്റലിജൻറ്റ് ലൈഫിനെ കിട്ടുകയാണെങ്കിൽ നമ്മളെ ഹ്യൂമൻസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യാൻ. പക്ഷേ ഏത് കാലത്ത് അവർക്ക് കിട്ടുമെന്ന് അറിയില്ല. ഒരുപാട് ഇപ്പം ഇന്റർസ്റ്റെല്ലർ സ്പേസിലെത്തിയിട്ടുള്ളൂ. അതായത് നമ്മളെ സോളാർ സിസ്റ്റം ഉണ്ടല്ലോ, സോളാർ സിസ്റ്റം കഴിഞ്ഞിട്ട് അടുത്ത സോളാർ സിസ്റ്റത്തിന് ഇടയിൽ വരുന്ന ഒരു സ്പേസ് ഉണ്ട്. നമ്മളെ സോളാർ സിസ്റ്റം കഴിഞ്ഞോ? സോളാർ സിസ്റ്റം കഴിഞ്ഞ് ഞാൻ കേട്ടിരുന്നത് നമ്മളെ സോളാർ സിസ്റ്റം കഴിഞ്ഞിട്ടില്ല, അത് ഗാലക്സി കടന്നിട്ടില്ല. ഇത് എവിടെ എത്തിനൊക്കെ എങ്ങനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റിയ? ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ പക്ഷെ പിക്ചേഴ്സ് ഒന്നും സെൻഡ് ചെയ്യില്ല. പിക്ചേഴ്സ് ഒന്നും സെൻഡ് ചെയ്യില്ല.
പിക്ചേഴ്സ് അല്ല വേറെ എന്തോ ഓഡിയോ ഇതുണ്ട്. അല്ല ഈ കമ്മ്യൂണിക്കേഷൻ വരുന്ന ഡ്യൂറേഷനൊക്കെ അനുസരിച്ചായിരിക്കും അവർ എവിടെ എത്തി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. സിഗ്നൽസ് ഉണ്ടാവും. അത് കൊറേ മുമ്പ് അയച്ചതല്ലേ, 1950 വർഷത്തിന് മേലെ അയക്കണം, കുറച്ച് വർഷത്തോളം അയക്കണം തോന്നുന്നു. അവരാദ്യം സാറ്റേണിനെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു ഇത് അയച്ചിരുന്നത്. സാറ്റേൺ കഴിഞ്ഞ് ജൂപ്പിറ്ററിന്റെ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് ഇപ്പൊ ഇന്റർസ്റ്റെല്ലർ സ്പേസിൽ നടക്കണ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ സ്റ്റഡീസ് അതിന്റെ ഡേറ്റ് ഒക്കെയാണ് ഇപ്പൊ ഇങ്ങോട്ട് അയക്കണത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് വർഷങ്ങളോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പറ്റ ഡെഡ് ആകും, അതിനൊന്നും കിട്ടൂല. പിന്നെ അത് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകും പല പല ദൂരങ്ങളിലേക്ക്. അപ്പോഴേക്കും വരട്ടെ, ഇൻട്രസ്റ്റിംഗ് ആവട്ടെ, ആ ടൈമില് ഭൂമിയിൽ ആരും ബാക്കി ഉണ്ടാവുന്നൊന്നും ചാൻസ് ഇല്ല. കാരണം ഇപ്പൊ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ് 1 ബില്യൺ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എർത്ത് അൺലിവബിൾ ആകുമെന്ന്. ഒരു ജീവൻ പോലും ബാക്കി ഉണ്ടാവില്ല. എത്ര വർഷം കഴിഞ്ഞിട്ട്? 1 ബില്യൺ ഇയേഴ്സ്. അതുപോലെ ഒരു കൺസെപ്റ്റ് എർത്ത് ഷ്രിങ്ക് ആവുന്നുണ്ടെന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഞാൻ നാളിപ്പോ നമ്മൾ പോഡ്കാസ്റ്റിൽ പറഞ്ഞു തോന്നുന്നു, എർത്ത് ഇങ്ങനെ ചെറിയ എത്രയോ ഇയേഴ്സ് കൂടുമ്പോ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഷ്രിങ്ക് എർത്ത് ആവില്ല, ചിലപ്പോ ലാൻഡ് ഏരിയ ആയിരിക്കും. ലാൻഡ് ഏരിയ, അതെ ലാൻഡ് ഏരിയ വെള്ളം കയറുന്നോണ്ടുള്ള സെറ്റപ്പ് അല്ലേ, പക്ഷെ എർത്താണെന്ന് തോന്നി. ഞാൻ ഒന്നും കൂടി അടുത്ത പോഡ്കാസ്റ്റ് ഇത് ഈ ക്വാണ്ടം കമ്പ്യൂട്ടർ ഇത് ആര് പിന്നെ പ്രവചിച്ച ക്വാണ്ടം കമ്പ്യൂട്ടർ പ്രവചിച്ച കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. 1 ബില്യൺ കാൽക്കുലേറ്റ് ചെയ്ത. ഓക്കെ, അതിന്റെ കാൽക്കുലേറ്ററിന്റെ മെട്രിക്സ് ഒക്കെ എന്താണോ അവരെ പാരാമീറ്റേഴ്സ് ചിന്തിച്ചു നോക്കും. അപ്പൊ അതാണ് ആ ഡിസ്ക് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും ഏലിയൻസിനെ? അതിൽ അറബിയിൽ പറയുന്നുണ്ട്, ഹിന്ദിയിൽ പറയുന്നുണ്ട്, തമിഴ് ഉണ്ട് എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഏലിയൻസിന് അത് വായിക്കാൻ പറ്റിയാൽ മതി. ആ ഡിസ്ക് കിട്ടിയാൽ മാത്രമേ കാര്യമില്ല. ഡീകോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എന്തൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് അവര്, എന്തൊക്കെ സൈൻ ലാംഗ്വേജ്. എന്താ അറിയോ, എന്താണ് എന്ത് കോഡ് എന്നാ പറയാ, ബൈനറി കോഡ് ഉണ്ടാവും ചിലപ്പം. അതായത് വേറൊരു ഇന്റലിജന്റ് സ്പീഷീസ് ആയിട്ട് നമുക്ക് ഒരിക്കലും ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ നടക്കൂലല്ലോ. അപ്പൊ എല്ലാരും പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ആകെ നടക്കണം, അതായത് ഇത് ഗലീലിയാണ് പറഞ്ഞു തോന്നുന്നത്. അതായത് യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. അതുകൊണ്ടാണ് ബൈനറി കോഡ്സ് ആയിട്ട് ആ ഡിസ്കിൽ എഴുതിയിട്ടുള്ളത്. അവർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വെച്ചിട്ടായിരിക്കും, ഐ മീൻ അവർക്കത് അതിലുള്ള ഡേറ്റ മനസ്സിലാക്കണമെങ്കിൽ ഡീകോഡ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പ്ലിറ്റ് ചെയ്യണ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. അത് യൂണിവേഴ്സിറ്റി എല്ലായിടത്തും സെയിം ആണല്ലോ. അപ്പൊ അത് വെച്ചിട്ട്, അതായത് ഇത് കണ്ടുപിടിക്കുന്ന ഒരാൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ആസ്ട്രോണമി നോളജ്, ഫിസിക്സ് നോളജ് ഉണ്ടാകുന്ന ഒരു ഇന്റലിജന്റ് ബീയിങ്സ് ആയിരിക്കും എന്നുള്ള ഒരു അസംഷനിലാണ് അത് അതിൽ എൻകോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അറിയാം. കിട്ടിക്കഴിഞ്ഞാൽ കോ എക്സിസ്റ്റൻസ് പ്രതീക്ഷിക്കാമോ അറിയില്ല. എന്തായാലും ഞാൻ ഏലിയൻസ് ഉണ്ടെന്ന് എന്തായാലും കിട്ടിയാൽ നമുക്ക് ഇതുവരെ പോഡ്കാസ്റ്റ് കാര്യം സംസാരിക്കാമല്ലോ. കൊള്ളാം, ഇത് കൊള്ളാം. അതായത് അത് എത്രത്തോളം ദൂരെയായിരിക്കും? 4 ട്രില്യൺ ലൈറ്റ് ഇയേഴ്സ് അവേ അല്ലേ? പക്ഷെ ഓരോരുത്തർ അതിനേക്കാളും സ്പീഡിൽ, ലൈറ്റിനേക്കാളും സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റിയ സാധനം ഉണ്ടെങ്കിലോ, ചിലപ്പോൾ വേം ഹോൾസ് ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാധനം ഒരു കണ്ടെത്തിയണെങ്കിലോ? അല്ല, ഉണ്ടാവും. അതായത് ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോൾ നമ്മളെ ഹോമോസേപ്പിയൻസ് ഈ എർത്തിലുള്ളത് 2 ലക്ഷം വർഷങ്ങളാണ് അല്ലേ? നമുക്കിപ്പോൾ ഉണ്ടായ ഈ AI, ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ എത്ര വർഷമായിട്ടുണ്ടാകും? ഒരു 100 വർഷത്തിലൊക്കെ നടന്നൊരു അഡ്വാൻസ്മെന്റ് ആണല്ലോ. നമ്മളെക്കാട്ടിലും വേറൊരു ടൈം ഫ്രെയിമിൽ നിൽക്കുന്ന ഒരു അവരുടെ സ്പീഷീസ് വന്നിട്ട് ഒരു 1 ബില്യൺ ഇയേഴ്സ് ഒക്കെ എക്സിസ്റ്റ് ചെയ്ത ഒരു പ്ലാനറ്റത്തെ സ്പീഷീസ് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഈ 100 വർഷം കൊണ്ട് തന്നെ ഇത്രക്കും AI കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു. ഇനി ഒരു 1000, 2000, 1,00,000 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസ് എവിടെ എത്തിയിട്ടുണ്ടാകും? ആ ഒരു ലെവൽ ഓഫ് ടൈം വെച്ച് പിന്നെ നമ്മളത് റിലേറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ കോഗ്നിറ്റീവ് സ്കിൽസ് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ അവർക്ക് നമ്മളെക്കാട്ടിലും അടിപൊളിയായിട്ട് കമ്പ്യൂട്ടിങ് പവറൊക്കെ ഉള്ള ബ്രെയിൻ ആണെങ്കിലോ അല്ല, ഞാൻ പറഞ്ഞു തന്നെ വെച്ച് കഴിഞ്ഞാൽ 100 വർഷം കൊണ്ട് നമ്മൾ ഇത്രയും അച്ചീവ് ചെയ്തു. ഇതിനെക്കാട്ടിലും ബില്യൺ ഇയേഴ്സ് നമ്മളെക്കാട്ടിലും എക്സിസ്റ്റ് ചെയ്ത ഒരു യൂണിവേഴ്സത്തെ, ഒരു പ്ലാനറ്റത്തെ ഒരു സ്പീഷീസ് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയി അങ്ങനല്ല, അവർക്ക് നമ്മളത്ര കോഗ്നിറ്റീവ് സ്കിൽസ് ഇല്ലെങ്കിലോ, മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് അഡ്വാൻസ് ആവില്ല. ഇപ്പൊ നമ്മളെക്കാളും ഇപ്പൊ 1 വർഷം കൊണ്ട് നമ്മളെ എത്രയോ മൾട്ടിപ്പിൾ ടൈംസ് കോഗ്നിറ്റീവ് സ്കില്ലുള്ളതാണ്. ചിലപ്പോൾ 1 വർഷം കൊണ്ട് ഒരിക്കലും നമ്മളത്ര അഡ്വാൻസ് ആകാൻ പറ്റുമല്ലോ. അല്ലാതെ ഇതും പോസിബിലിറ്റി ആണ്. ഇങ്ങനെ ഇതൊരു പോസിബിലിറ്റി അല്ലേ? ഇതും ഒരു പോസിബിലിറ്റി. എത്ര ട്രില്യൺ പ്ലാനറ്റ്സ് കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്നൊന്ന് ആട്ടി വിട്ടു. കമ്പനിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞേ എനിക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞ സംഭവം പറഞ്ഞോന്ന്.
ആട്ടല് പറഞ്ഞെടുത്താ അത് ഞാൻ ChatGPT വെച്ച് പ്രൂവ് ചെയ്ത സാധനം. ഞാൻ പറഞ്ഞത് ശരിയാണ്. അല്ല ഇത് കഴിഞ്ഞിട്ട് ഓഫ് ക്യാമറ അല്ല, ഞാൻ പറഞ്ഞ ശരിയാണെന്ന് പ്രൂവ് ചെയ്തില്ല ChatGPT. നമുക്കിത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, നമുക്ക് ഈ ChatGPT ഒക്കെ ലോക്കലാണ്, പ്രീമിയം എടുക്കാൻ. ഞാൻ എന്താ വിചാരിക്കേണ്ടത് അറിയോ, നമ്മളവര് വാച്ച് ചെയ്യുന്നുണ്ട്. സോറി, നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏലിയൻസ് അപ്പൊ നിങ്ങൾ ഏലിയൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ എന്തായാലും വിശ്വസിക്കുന്നു. എന്തിനാ ഈ കണ്ടൊക്കെ എന്തിനാ ക്രിയേറ്റ് ചെയ്തിട്ട് പടച്ചോൻ, അതിലൊക്കെ എന്തേലൊക്കെ വേണ്ടേ, വെറുതെ തന്നെ ഉണ്ടാക്കിയിടൂലല്ലോ. അല്ല, ലിവിങ് ബീയിങ്സ് ഉണ്ട്, പക്ഷെ നമ്മളെ മാതിരി ആര് പറഞ്ഞോ ബദറോടെ നിക്ക അങ്ങനെയല്ല പറഞ്ഞത്. എടാ മാർസില് ഒരു ടീം അല്ല, മാർസ് വേറൊരു പ്ലാനറ്റില് ഒരു ബാക്ടീരിയന്റെ അത്ര വലിപ്പമുള്ള ഒരു സാധനം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ഏലിയനാണ്. അതാ ഞാൻ പറഞ്ഞത്, ലിവിങ് ബീങ് ഉണ്ട്. നമ്മളത്ര കോഗ്നിറ്റ് നമ്മളത്ര എന്ന് പറഞ്ഞപ്പോ ബ്ലോക്ക് പറഞ്ഞ ഏലിയൻ എന്ന് പറഞ്ഞ മറ്റേ എപ്പിസോഡിൽ നോക്കാണ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഉണ്ടാവില്ല, എല്ലാരും ഒന്ന് നോട്ട് ചെയ്തോളേ. പറഞ്ഞരാ, ഞാൻ പറഞ്ഞ എന്താ, ലിവിങ് ബീങ് ഉണ്ടാവാം, പക്ഷെ ചിലപ്പോ കോഗ്നിറ്റീവ് സ്കിൽസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ലാന്നാ പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഏലിയൻ ഉണ്ടാവാം, ഇതുണ്ടാകാം, രണ്ടും ഉണ്ടാകാം. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടാളും ഞങ്ങളൊരു ടീം, നിങ്ങളൊരു ടീം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ല, ഇതൊന്ന് പറഞ്ഞെടുത്ത ഈവൻ റെസ്റ്റോറൻറ്റിൻ്റെ മൂപ്പര് സുജിത് ഭക്തൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റെസ്റ്റോറൻറ്റ് ആൾറെഡി ഒരു നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് സിമിലർ റെസ്റ്റോറൻറ്റ് വരികയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിനെ അത് കച്ചവടം, രണ്ട് റെസ്റ്റോറൻറ്റിനും കച്ചവടം കൂടുന്നു. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പം നമുക്ക് സപ്പോസ് ചെയ്യാം, പിന്നെ ആകെ നമുക്കുള്ള പോപ്പുലേഷൻ X നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ പിന്നെ നമ്മളെ മാർക്കറ്റ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. ഇപ്പോൾ ഇവിടെ ഒരൊറ്റ റെസ്റ്റോറൻറ്റേ ഉള്ളൂ. അപ്പോൾ X നമ്പർ എത്രയാണോ X നമ്പർ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കസ്റ്റമർ ആയിരിക്കും. കാരണം എൻ്റെ മാർക്കറ്റ് എനിക്ക് വേണ്ടി എന്താണ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ ഇവർക്ക് പോകും. ഓക്കെ, നാളെ ഇവിടെ വേറെ രണ്ടാമതൊരു റെസ്റ്റോറൻറ്റ് B വന്നു കഴിഞ്ഞാൽ ഈ X എന്ന് പറയുന്ന പോപ്പുലേഷൻ രണ്ട് റെസ്റ്റോറൻറ്റിലേക്കും സ്പ്ലിറ്റ് ആവും. അപ്പോൾ എന്താ ബിസിനസ്സിൽ സംഭവിക്കണത്? ബിസിനസ് സ്പ്ലിറ്റ് ആവും, കുറയും. അപ്പോൾ കുറയാണല്ലോ ചെയ്യണേ, അല്ല വളരെ അല്ലല്ലോ. ഞാൻ പറയട്ടെ, ഇതെന്താ അറിയോ, എൻ്റെ ആവശ്യം സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അല്ല നാളെ പിന്നെ ഈ റെസ്റ്റോറൻറ്റിൽ മോശമായതുകൊണ്ട് നാളെ ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷനല്ല. എൻ്റെ ഓപ്ഷൻ എന്താ, മലബാർ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നാണ്. മനസ്സിലായോ? എനിക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ, ട്രാവൽ വ്ളോഗിൽ ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാവൽ വ്ളോഗ് കാണണമെന്നുള്ള ആവശ്യമുള്ള ആൾക്കാർ രണ്ടിലേക്കും സ്പ്ലിറ്റായി പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ട്രാവൽ വ്ളോഗ് പിന്നെ ആവശ്യമുള്ള ഒരാൾ നേരെ പോയിട്ട് വേറെ എന്തോ പിന്നെ ടെക് എന്തെങ്കിലും കാണാൻ നിൽക്കുമോ? ഞാനൊരു എക്സാമ്പിൾ കൊണ്ട് പറയട്ടെ, ബ്ലോക്ക് ഇടല്ല, ഇത് പോസിബിലിറ്റി ആയിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ മാതിരി. ആയിക്കോട്ടെ, എന്നാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അല്ല, എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്, ഞാനതാ പറഞ്ഞു. നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? എനിക്ക് പറഞ്ഞാൽ മനസ്സിലായി. അതായത് ആ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയ ഇതിനെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നെ അതിലൊരു കാര്യം ഞാൻ കണ്ടത് എന്താ പറയുക, ഞാനൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ പോയാൽ പിന്നെ അതിക്ക് പോകില്ല, പിന്നെ മറ്റോടത്തേക്ക് തന്നെ പോകും. അപ്പോൾ ഈ സെയിം ഓഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമായി ബാലൻസ് ആവുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇൻസുലിൻ എടുക്കണം. അപ്പോൾ ഇവ മാത്രമുള്ള ഇൻസുലിൻ വിൽക്കുന്ന ആൾ, ഞാൻ അപ്പൻ്റെ അടുത്ത് പോയി ഇൻസുലിൻ വാങ്ങി അടിക്കുന്നു എൻ്റെ ഡയബറ്റിക്കിന് വേണ്ടിയിട്ട്. നിങ്ങൾ നാളെ ഇൻസുലിൻ വിൽക്കാൻ തുടങ്ങി, അപ്പോൾ ഞാൻ ഇവൻ്റെന് പകരം നിങ്ങളുടെ അടുത്ത് വാങ്ങും. അപ്പോൾ ഇൻസുലിൻ നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി കച്ചവടം സ്പ്ലിറ്റ് ആയോ? പക്ഷേ എനിക്ക് ഇൻസുലിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും ഒരു സാധനം അടിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഇൻസുലിൻ തന്നെയാണ് വേണ്ടത്. റെസ്റ്റോറൻറ്റിന്റെ കാര്യത്തിൽ അതല്ല, ഇന്ത്യയിൽ വേറെ ടേസ്റ്റാണ്, ഇന്ത്യയിൽ വേറെ ടേസ്റ്റാണ്, പാരീസിലെ വേറെ ടേസ്റ്റ്. അങ്ങനല്ല സാർ, ഇത് നോക്കി, എനിക്ക് സൗത്ത് ഇന്ത്യൻ ആണ് വേണ്ടത്. മനസ്സിലായോ? അത് ശരിയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ത്യ ഒരു അഭിപ്രായത്തിൽ ആൾക്കാർ പക്ഷേ മാസത്തിൽ ഒരു പ്രാവശ്യം പോണത് ആൾക്കാരുടെ ഫ്രീക്വൻസി കൂടും എന്നുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. എങ്ങനെ പോസിബിലിറ്റി ഉണ്ടോ? ആൾക്കാരെ ബ്ലോക്ക്ഡ് ആണ്. ആൾക്കാർ മൾട്ടിപ്പിൾ ടൈംസ് പോകാൻ, ഇപ്പൊ മാസത്തിൽ ഒരു പ്രാവശ്യം പോകുന്ന ആള് ചിലപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം പോകാം. അപ്പൊ അവിടെ X സെയിൽസ് ഉള്ളത് ഒരു X+X/2 സെയിൽസ് ആവാം. പൊന്നു സഹോദരൻ, ഞാൻ പറഞ്ഞത് അതല്ല. എനിക്ക് വേണ്ടിയ സൗത്ത് ഇന്ത്യൻ ആണെങ്കിൽ ഞാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ തേടിയിട്ടായിരിക്കും. അപ്പോൾ സൗത്ത് ഇന്ത്യൻ മോശമായതുകൊണ്ട് ചൈനീസ്ക്ക് പോയി എന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ അല്ല. എനിക്ക് വേണ്ടി ഇൻസുലിനാണ്. ഇൻസുലിന് പകരം ഞാൻ വേറെ എന്തോ അടിക്കൂല. ഇൻസുലിന്റെ കേസ് അവിടെ നിൽക്കട്ടെ, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കേസ് നിൽക്കട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോ തുടങ്ങി യൂട്യൂബ് വീഡിയോ കാണുന്ന ബേസിലാണല്ലോ ട്രാവൽ വ്ളോഗ് മലയാളത്തിൽ കാണുന്നതിന്റെ ബേസിലാണ്. എന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ എനിക്ക് സംഭവിച്ചൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ പണ്ട് ഇങ്ങനെ വ്ളോഗ് കാണാത്ത ഒരാളാണ്. വ്ളോഗ് പൊതുവെ അങ്ങനെ ഒന്നും യൂട്യൂബിലൊന്നും കാണാത്ത ആൾ തന്നെയാണ്. പാട്ട് കേൾക്കുന്നു അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ കോവിഡ് സമയത്ത് ഞാൻ ഫസ്റ്റ് ഷാരിഖിന്റെ വ്ളോഗല്ല വീഡിയോസ് കാണാൻ തുടങ്ങി. അങ്ങനെ പല വീഡിയോസ് കാണാൻ തുടങ്ങി. ആ സമയത്താണ് ഞാൻ മല്ലുവിന്റെ വീഡിയോസ് കണ്ടിട്ട് ഷാരിഖിന്റെ വീഡിയോ പറയാൻ സമ്മതിക്കും. ഞാൻ എനിക്ക് എത്തണുള്ളൂ. സോറി.
സഹോദര സമ്മയ്ക്ക്. എന്താ അപ്പൊ ഞാൻ അങ്ങനെ മല്ലുവിന്റെ വീഡിയോ കണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മല്ലുവിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് മല്ലുവിന്റെ വീഡിയോ മാത്രമല്ല ഞാൻ കാണുന്നത്, ഞാൻ മല്ലുവിന്റെ വീഡിയോ മല്ലുവിന്റെ വീഡിയോ കണ്ട കഴിഞ്ഞിട്ട് സുജിത് ഭക്തന്റെ വീഡിയോ കാണലുണ്ട് ഞാൻ, മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മല്ലുവിന്റെ വീഡിയോ കണ്ടതും രണ്ടാൾക്കും സ്പ്ലിറ്റ് ആയി പോയിട്ടില്ല വ്യൂസ്. മല്ലുവിന്റെ വീഡിയോ കണ്ട അന്ന് തന്നെ സുജിത് ഭക്തന്റെ വീഡിയോ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ എത്താൻ കാരണമായത് മല്ലുവിന്റെ വീഡിയോ ആണ്. അത് മല്ലുവിന്റെ വീഡിയോസ് ഞാൻ കണ്ടു തുടങ്ങിയത്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാ ദിവസവും 2 വീഡിയോ കാണലുണ്ട്. ഇതിന്റെ റിയൽ ലൈഫിൽ സംഭവിച്ചൊരു കാര്യമാണ്. സുജിത് ഭക്തന്റെ വ്ളോഗും മല്ലു. അപ്പൊ എവിടെയാണ് ഇതിന്റെ വ്യൂ സ്പ്ലിറ്റ് ആയി പോയതെന്ന് സഹോദരൻ പറഞ്ഞു. എനിക്ക് പി ആർ സുന്ദറിനെ അറിയോ? അത് വീഡിയോ കണ്ടോണ്ടല്ല എനിക്കറിയണ, അല്ലെങ്കിൽ പി ആർ സുന്ദറിനെ അറിയില്ലല്ലോ. ഇല്ല 100% അറിയില്ല. അപ്പൊ ടൈം കോൺസ്റ്റന്റ് അല്ലേ? അല്ല ടൈം കോൺസ്റ്റന്റ് അല്ലേ? 24 മണിക്കൂറാണല്ലോ ഒരാൾക്കുള്ളത്. ഇപ്പൊ സുജിത് ഭക്തന് 1 മണിക്കൂർ വേണ്ട 10 മണിക്കൂറിന്റെ വീഡിയോ ഇട്ട്, മല്ലുഭൂഷൺ ട്രാവലർ 10 മണിക്കൂറിന്റെ വീഡിയോ ഇട്ട്, ഫൈസൽ 5 മണിക്കൂറിന്റെ 4 മണിക്കൂറിന്റെ വീഡിയോ ഇട്ട്, അത് കഴിഞ്ഞിട്ട് ഇവനൊരു 10 മണിക്കൂറിന്റെ വീഡിയോ ഇല്ലല്ലോ. എടാ എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ പറ്റും എന്നുള്ള പോസിബിലിറ്റിയും കൂടി ഉണ്ട് അവിടെ. ഇത് ബ്ലോക്ക് ഇടാനായിട്ട് നിന്നാ ബ്ലോക്ക് ഇടാൻ ഞാൻ പറഞ്ഞ ഞാൻ തിയററ്റിക്കലിയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ എനിക്കൊരു കസ്റ്റമർ എന്നുള്ളവർക്ക് എനിക്കൊരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടാവും ഒരു സാധനം കൺസ്യൂം ചെയ്യണേന്. അപ്പോൾ അത് കൺസ്യൂം കഴിഞ്ഞ് സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൺസ്യൂം ചെയ്യില്ല. അപ്പോൾ നമ്മളെ സാറ്റിസ്ഫാക്ഷൻ പഠിക്കുന്നില്ലേ എക്കണോമിക്സിൽ? ഇപ്പോൾ ബിരിയാണി തിന്നുമ്പോൾ ഇപ്പോൾ ഇതൊരു കപ്പ് ഒരു കോഫി എന്ന് വിചാരിക്കുക, എനിക്ക് ആദ്യത്തെ സിപ്പിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആവില്ല ഒരു 10ാമത്തെ സിപ്പിൽ കിട്ടുന്നത്. എന്താ വെച്ചാൽ ഇതിന്റെ സാറ്റിസ്ഫാക്ഷൻ അപ്പോത്തിന് അല്ല. പക്ഷെ ഓൻ പറയേണ്ടതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, കുറച്ച് എന്തൊക്കെ ഉണ്ട് ഓൻ പറയേണ്ടതിൽ. ഇതിൽ ഞാൻ കാര്യം കൂടി പറഞ്ഞേക്കോ. ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാവില്ല ഇത് കേട്ടിക്കണോ, അതായത് ഒരു പെപ്സിന്റെയും കൊക്കക്കോളിന്റെയും വെൻഡിങ് മെഷീൻ ഉണ്ടെങ്കിൽ ആദ്യം പെപ്സി മാത്രം ഉള്ളെങ്കിൽ കൊക്കോള എടുത്തും കൂടി വന്നു കഴിഞ്ഞാൽ സെയിൽ കൂടിയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ അതിലെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഹ്യൂമൻ സൈക്കോളജിയാണത്. അതായത് ഇപ്പോൾ പെപ്സി മാത്രമാണെങ്കിൽ നമ്മളോട് ചോദിക്കുക ഞാൻ ഇപ്പോൾ പെപ്സി കുടിക്കാൻ പോകണോ എന്ന് വിചാരിക്കും. പക്ഷെ നേരെ മറിച്ച് പെപ്സിയും കൊക്കോളും ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കുക പെപ്സിയോ കൊക്കോളയെ കുടിക്കേണ്ടത്. അതേപോലെ തന്നെ ഇക്കാര്യം ചിലപ്പോൾ ഈ സംഭവത്തിലും പ്രാക്ടിക്കലി നടക്കുന്നത്. അതിപ്പോൾ അവിടെ ഇന്ത്യ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഓക്കെ ഇന്നിപ്പോൾ ഇന്ത്യ റെസ്റ്റോറൻറ്റ് പോകണോ എന്നുള്ളതായിരിക്കും. നേരെ മറിച്ച് അവിടെ 2 റെസ്റ്റോറൻറ്റ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക ഇതിലിപ്പോൾ ഏതാ ഇന്ന് പോവുക. ആ ഹ്യൂമൻ മെന്റാലിറ്റി കൊണ്ടുള്ള ഇതാണ് എനിക്ക് പറയുക. അപ്പോൾ ആൾക്കാർ അതാണ് ഞാൻ പറഞ്ഞാൽ ആൾക്കാർ പോകുന്നതിന്റെ ഫ്രീക്വൻസി കൂടുന്നുള്ളത്. ഓക്കെ ഞാൻ പറയുന്നത് അത് തന്നെയാണ് പോയിന്റ്. അല്ല ഈ പറഞ്ഞ ശരിയാണ്, സ്പ്ലിറ്റ് ആവും. പക്ഷെ ഇതും ശരിയാണ്, രണ്ടിനും പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് ആലോചിച്ചിട്ട് കമന്റ് ചെയ്യുക. അതിൽ നല്ലൊരു ആൻസർ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. ഞാൻ ഒറ്റക്കാണ് ഇവര് ഫുട്ബോൾ എന്തെങ്കിലുമൊക്കെ ഫോളോ അപ്പ് ചെയ്തിരുന്നു. GTA 6 പിന്നെ മാറ്റി വെച്ചല്ലോ, എന്താ അതിന്റെ അവസ്ഥ? GTA 6 ഡെവലപ്മെന്റ് സത്യമാണ് പെട്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ റോക്സ്റ്റാർ ഗെയിംസിന് സംഭവിച്ചു വെച്ചാൽ ഓർക്ക് ഇനിയിപ്പോൾ ഇത് ഒരു ഇറക്കണം പെർഫെക്റ്റ് ആയിട്ട് ഇറക്കണം. കാരണം അത്രയും ഹൈപ്പ് വന്ന് അത്രയും സെറ്റപ്പായി മിഷൻസ് ആണ് ടാസ്ക് ആണെങ്കിലും. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഫ്ലോ വന്നാൽ തന്നെ ആൾക്കാർ അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കത്തും. അപ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആക്കി ഇറക്കാന്നല്ലാതെ അവർക്ക് ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതാണ് അവർക്ക് മെയിൻ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്തെങ്കിലും ചെറിയ ബഗും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് കണ്ട ന്യൂസ് അനുസരിച്ച് ഒരു ബഗ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ കണ്ടത്. അതായത് ഗെയിം ഡെവലപ്മെൻറ്റിന് ചില ഗെയിമിൻ്റെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യണേ. അപ്പോൾ അത് ഗെയിമിൻ്റെ എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടി അപ്പോൾ മാക്സിമം എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓല് എക്സ്പെക്ട് ചെയ്യുന്ന രീതിക്ക് ഓൽക്ക് എത്തിക്കാതെ അത് ഇറക്കണ്ട എന്നുള്ളൊരു പോയിന്റിലാണ് ഓല് നിൽക്കുന്നത്. കാരണം ഇറക്കി കഴിഞ്ഞിട്ട് കൂടുതൽ ബാക്ക്ലാഷ് വരണ്ടെന്നില്ല. അപ്പോൾ അങ്ങനെ പെട്ടതാണ് എന്നാണ് ഞാൻ ഇതിൻ്റെ ഒരു അഭിപ്രായം. കാരണം 2014-15 അവർ ഡെവലപ്മെന്റ് തുടങ്ങി. ഇപ്പൊ 10-11 വർഷമായിട്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ അത്രയും പെർഫെക്റ്റ് ആയ ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ. കാരണം സ്റ്റോക്ക് മാർക്കറ്റിന് വരെ മൂവ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇപ്പൊ തന്നെ റൂമേർഡ് എന്ന് പറഞ്ഞാൽ $2 billion ആണ് GTA 6ന്റെ ഡെവലപ്മെന്റൽ കോസ്റ്റ്. ബുർജ് ഖലീഫ ഉണ്ടാക്കിയ കോസ്റ്റ് 1.5 billion ആണ്. ആ ഫ്യൂ കമ്പനീസ് ഉള്ളൂ യുഎസിൽ എന്റർടൈൻമെന്റ് നിച്ചില് $1 billion റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അതിന് പ്രീ സെയിൽസിൽ എത്ര എത്തുന്ന പറഞ്ഞത്? 70% ഡെവലപ്മെന്റിന്റെ പ്രീ സെയിൽസിനാണ് കിട്ടും അത്ര. ഇപ്പൊ GTA 5 തന്നെ റവന്യൂ നോക്കുകയാണെങ്കിൽ $8.5 billion ആണ്. 200 million സംതിങ്ങിന്റെ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് കിട്ടിയത് 3 ദിവസത്തെ ടോട്ടലായിരിക്കും $8.5 billion. GTA 6 ഒരു മാർക്കറ്റിംഗ് എന്ന് പറയാൻ ഒന്നുമില്ല, ആൾക്കാർ തന്നെ മാർക്കറ്റ് ചെയ്യാം. അതായത് കമന്റ്സിൽ കണ്ടിട്ടുണ്ടോ? മറ്റേ മിൽക്ക് കോഫി ബിഫോർ GTA 6 അല്ലെങ്കിൽ പിന്നെ വെനിസുലത്തിന് ചങ്ങായിനെ കൊണ്ടുപോയപ്പോ ചങ്ങായിനെ GTA 6 മുന്നേ കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെ എനിക്ക് തോന്നണം എന്താ റിയൽ വേൾഡിൽ എന്താണോ നടക്കുന്നത് അതിന് പാരലായിട്ട് തന്നെ ഇതും എത്തണം എന്നുള്ള രീതിയിൽ ഒരു വിചാരിക്കുക തോന്നുന്നുണ്ട്.
അപ്പോൾ ഇത് റിയൽ വേൾഡ് അതിനേക്കാളും ഭയങ്കര അടിപൊളിയായിട്ട് സ്പീഡായിട്ട് ഷിഫ്റ്റ് ആയി പോകാം. ചിലപ്പോൾ അതിന് കോമ്പറ്റീറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പാരലായിട്ട് നീട്ടി വെക്കുന്ന ഒരു ആൾക്കാർ ഹൈപ്പ് കൂടേ ഉള്ളൂ, ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് കൂടേ ഉള്ളൂ. അപ്പോൾ ഇത് ബിഗ്ഗസ്റ്റ് ഗെയിം എന്ന് മാത്രമല്ല പറഞ്ഞത്, ബിഗ്ഗസ്റ്റ് എന്റർടൈൻമെന്റ് ഒരു പ്രൊഡക്റ്റ് കൂടി പറയട്ടെ. അതായത് വേൾഡ് കപ്പിന് കിട്ടുന്ന ഒരു ഹൈപ്പ്, ഒരു ഐഫോൺ ലോഞ്ചിന് കിട്ടുന്ന ഹൈപ്പ്, ആ ലെവൽ ഒരു കോൺസെർട്ടിനെക്കാട്ടിലും വലിയൊരു ഹൈപ്പാണ് GTA 6 ഈ എന്റർടൈൻമെന്റ് പ്രോഡക്ട്സ് നോക്കുകയാണെന്ന് വെച്ചാൽ എത്ര പ്രൊജക്ട്സ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൂവീസിൽ അവതാർ, അവഞ്ചേഴ്സിന്റെ സാഗ, പിന്നെ ഈ GTA 6 ഇങ്ങനെ കുറച്ച് സംഭവങ്ങളല്ലല്ലോ. പിന്നെ സ്റ്റാർ വാർസിന്റെ ആ ഒരു മൊത്തം യൂണിവേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് കുറച്ചാണല്ലോ. അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ കൺസിസ്റ്റൻസിയിൽ പോകാൻ പറ്റണം. അപ്പോൾ GTA 6 May 2026 പറയുന്നത്, ലാസ്റ്റ് November 2026 ആണ്. അത് എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലാണ് ഇവർ കുടുങ്ങാൻ പോകുന്നത്. കാരണം അത്രക്കും വലിയൊരു ഗാമ്പിളാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗെയിം ഇത്രക്കും പൈസ കൊടുത്ത് ഇവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇൻവെസ്റ്റേഴ്സിന്റെ അവസ്ഥയാണ് ഇങ്ങനെ മുട്ടി കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പൊ ഇങ്ങനെ അടിക്കും മേലക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓരോ അനൗൺസ്മെന്റില്. റോക്ക് സ്റ്റാറിന്റെ പാരന്റ് കമ്പനി വേറൊരു പേരാണ് അതിന്. അതിന്റെ സ്റ്റോക്ക് പ്രൈസിന് ആരെയാ പറയണത് അനൗൺസ്മെന്റിനനുസരിച്ച്. പിന്നെ അത്രക്കും ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ്. അല്ല ഇവര് ജസ്റ്റ് ഒരു ഗെയിം അല്ല, ഇത് പുതിയ ടെക്നോളജീസ് വെച്ചിട്ട് ഇപ്പോൾ അതിലുള്ള NPCs ഒക്കെ AI ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ലൈഫ് ഉണ്ടാകും, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത്രയും അവർ പുതിയ ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ അവർ എന്തായാലും ചെയ്തിരിക്കണം. എന്താ വെച്ചാൽ അവർക്ക് ഇനി അടുത്തത് വരേണ്ടത് ഇത്ര വർഷം കഴിഞ്ഞിട്ടല്ലേ, 7 വരെ എത്രയോ വർഷം കഴിഞ്ഞിട്ടല്ലേ അവരത് വരിക. അപ്പോൾ അവരൊക്കെ ഇനി ആ ഒരു 5 വർഷം മുമ്പുള്ളതും കാര്യങ്ങൾ കണ്ടിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഏതായാലും GTA 6 വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക കാര്യങ്ങൾ. ഇത് ഭയങ്കര സീരിയസ് ആണ്. പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടാവും. ആ പറഞ്ഞപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ആയല്ലോ. ട്രംപ് പറഞ്ഞു 500% താരിഫ് ഇന്ത്യ റഷ്യൻ്റെ അടുത്തുനിന്ന് ഓയിൽ മേടിക്കുന്ന കൺട്രീസിൻ്റെ അടുത്തുനിന്ന് 500% താരിഫ് ഈടാക്കുന്നു പറഞ്ഞത്. പക്ഷെ അത് ജസ്റ്റ് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമായിരിക്കും, അല്ലാതെ ആക്ച്വലി 500% താരിഫ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നവർക്ക് തോന്നുന്നുണ്ടോ? 110 ചെയ്തില്ല ഒരു തവണ ചൈനക്ക്. ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് US-ന്റെ വലിയൊരു ശതമാനം ഫാർമസ്യൂട്ടിക്കൽസ് പോണത് ഇന്ത്യയിൽ നിന്നാണ്. ടെക്, IT. അപ്പോൾ 500% ഒക്കെ പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ഇത് US-നെ എഫക്ട് ചെയ്യുക. ഈ ടാരിഫ് കൊടുക്കുന്നത് ആരാണ്? US കമ്പനീസ് ആണ്. ട്രംപ് മോഡിനിട്ട് നല്ല ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് പറയുന്നുണ്ട്, മോഡിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്, മേ ഐ സി യു സാർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ഇങ്ങനെ പബ്ലിക്കിൽ പറയുമ്പോൾ ഈ ട്രംപിന്റെ PR വർക്ക് അല്ല മോഡിയുടെ PR വർക്കൊക്കെ എടുത്ത് കമ്പനി അയാൾക്ക് നല്ലൊരു വിശ്വഗുരു ഫേസ് ഒക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടല്ലേ. അപ്പോൾ അതിനൊക്കെ എഫക്ട് ചെയ്യുമ്പോൾ അതായത് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും ഇവിടെ നടക്കും എന്ന് തെളിയിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ട്രംപിന്റെ. അല്ലാതെ ആക്ച്വലി പ്രാക്ടിക്കലി ആയിട്ട് 500% താരിഫ് എല്ലാ കൺട്രീസിനും ഇമ്പോസ്, അതായത് റഷ്യന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിനാണല്ലോ ഇവർ പറയുന്നത്. അത് പ്രാക്ടിക്കലി ഒരു പേടിപ്പിക്കലായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പൊ കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഒരിക്കലും ഒരു പെർമനന്റ് കറക്ഷൻ ആവൂല. നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു എമൗണ്ട്, ഓരോ ടിപ്സും നല്ലൊരു എമൗണ്ട് അവസരമായിട്ട് എടുക്കുക, പേടിക്കാതെ. അല്ല വേറെ ഒന്നുകൂടി ട്രംപിന്റെ മോന് മറ്റേ ഒരു ക്യൂനെ ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് ക്യൂനെ. അല്ല ഇതെന്താ പറയുക, ഐഫോണിന്റെ സമയത്തും ട്രംപ് ഐഫോണിന്റെ മേലെ ഇങ്ങനെ ഇമ്പോസ് ചെയ്യുന്ന പറഞ്ഞില്ലല്ലോ, പ്രൊഡക്ഷൻ മൊത്തം പ്രൊഡക്ഷൻ US-ലാക്കിയില്ല. പക്ഷെ അതെടുത്ത് ഒഴിവാക്കിയല്ലോ. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോ ഇന്ത്യനെതിരെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്താ ചെയ്യാ? ഇന്ത്യക്ക് ട്രേഡ് പാർട്ട്നേഴ്സ് ആയിട്ട് വേറെ കൺട്രീസ് ഉണ്ട്, US മാത്രല്ലല്ലോ. പക്ഷെ എന്താ പറയുക, നല്ലൊരു മാർക്കറ്റ് ഫോഴ്സ്ഡ് ടു ഗോ ടു. പക്ഷെ അങ്ങനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇന്ത്യ അത്രയും വലിയ മാർക്കറ്റ് അല്ലേ. US കൺസ്യൂമേഴ്സിനെ ഇത് എഫക്ട് ചെയ്യുക, പ്രൈസ് ഇൻഫ്ലേഷൻ കാര്യങ്ങളെല്ലാം ഇൻഡയറക്ട്ലി ഇത് ഇവർക്ക് ഒരു ബൂമറാങ് എഫക്ട് വേണ്ടി ഇവർക്ക്. പക്ഷെ എന്താ പറയുക, ഈ സാധനം ഇൻഡയറക്റ്റ് ആയിട്ട് US-ൽ തന്നെ എത്തും. ഇപ്പൊ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, വേറെ രാജ്യം അത് മീഡിയേറ്റർ ആയിട്ട് ഓരോ വാങ്ങിയിട്ട്. ഇപ്പൊ നമ്മൾ ഓയിൽ ചെയ്യണില്ലേ, ഓയിൽ നമ്മളെങ്ങനെ ചെയ്യണേ? ഇപ്പൊ ഈ അദാനിയും പിന്നെ എന്താണ് SRO എന്താ കമ്പനിന്റെ പേര്, ഇവരൊക്കെ അത് എടുത്തിട്ട് റിഫൈൻ ചെയ്തിട്ട് ഓരോ കസ്റ്റമേഴ്സിന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ അവിടെ ഒരു മീഡിയേറ്ററും കൂടി വരുമ്പോൾ അതിന്റെ ഒരു എക്സ്പെൻസും കൂടി കൂടാണ്. US-ന് തന്നെ ആയിരിക്കും. ഈ റഷ്യന്റെ ഓയിൽ യൂറോപ്യൻസ് വീണ്ടും അവരെ സാങ്ഷൻ വരുത്തിയ ശേഷം വീണ്ടും അവർക്ക് കിട്ടിയിരുന്നു ഇങ്ങനെ ഒരു മീഡിയേറ്റർ വഴി വന്നിട്ട്. അതെ, അതൊക്കെ ഒരു സർക്കിളാണ്.
ഇതൊക്കെ ഒരു കലയാണ്, റണ്ണാവണ്ടേ? ഇതൊക്കെ ഒരു കലയാണ് ബൈ. വേൾഡ് കപ്പിന് അധികം ഇല്ലല്ലോ ഫാരിയസ്. ഫാരിസിൻ്റെ അടുത്തൊക്കെ എത്ര ടിക്കറ്റ് ഉണ്ട്? ഫാരിസ് ടിക്കറ്റ് വേണ്ടവർ അടുത്ത സൗദിയിൽ നോക്കാം. സൗദിയിലല്ലല്ലോ ഇത് കഴിഞ്ഞിട്ട് മൊറോക്കോ പോർച്ചുഗൽ ഗ്രീസ് ആണെന്ന് തോന്നുന്നു അല്ലേ? മൊറോക്കോ പോർച്ചുഗൽ ഗ്രീസ് തന്നെ തോന്നുന്നു. അതെ, പോർച്ചുഗൽ പോവാല്ലേ? പോർച്ചുഗൽ ഗ്രീസും പോവാലോ, മൊറോക്കും പോവാം. പോർച്ചുഗൽ പിന്നെ ഗ്രീസ് എല്ലാം വേൾഡ് കപ്പിന് ടിക്കറ്റ് അടുത്തൊന്ന് അയച്ചേരി വെറുതെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്കൊക്കെ നിങ്ങളൊന്ന് പ്ലീസ്. ഞാനതേപോലെ ഈ ഫുട്ബോളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 1938 ബയൺ മ്യൂണിക്കിൻ്റെ ലോഗോ ഉണ്ട്. യെസ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ റീസെൻ്റ്ലി കുറച്ച് ആ ടൈമിലുള്ള കുറച്ച് കമ്പനീസിൻ്റെ എങ്ങനെയാണ് അവർ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പിന്നെ ഹിറ്റ്ലറിനെ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിച്ചിരുന്നത്. അവർ ലൈക്ക് ഹിറ്റ്ലറിൻ്റെ ഒരു വലിയ ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ മെർസിഡീസിൻ്റെ മ്യൂണിക്കിലെ ഷോറൂമിലൊക്കെ ഉണ്ട്. ഇപ്പോഴല്ല, പണ്ടത്തെ അതിന്റെ ഷോറൂമിൽ ഹിറ്റ്ലറിനെ ഒരുപാട് എന്റർടൈൻ ചെയ്തിരുന്നു. ലൈക്ക് എല്ലാവരും സപ്പോർട്ട് ആ രീതിയിൽ കണ്ടു. അതേപോലെ ഓരോ അവര് അങ്ങനെയായിരുന്നു ഓരോ കമ്പനീസിന്റെ ലോഗോസ്. അതേപോലെ ഊഗോ ബോസിന്റെ ഇവർക്കൊക്കെ ഉള്ള ആ ഒരു നാസിനോടുള്ളൊരു കമ്മിറ്റ്മെന്റ് അന്ന്. പക്ഷെ ഇപ്പൊ ആ കമ്പനീസൊക്കെ അങ്ങനെ മാറിയില്ലേ? ചിലപ്പോൾ ആ സമയത്തുള്ള എക്കണോമിക് പ്രഷർ കൊണ്ടായിരിക്കും. ഇപ്പോൾ ട്രംപ് മാറി വന്നപ്പോൾ ആദ്യം ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കമ്പനീസിനും LGBTQ അജണ്ട പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ലോഗോസും പല ഇവന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നല്ലോ. ട്രംപ് വന്നപ്പോൾ ഒരുപാട് മാറിയില്ലേ? അല്ല അതല്ല, ഒരു ഗവൺമെന്റ് പബ്ലിക്കായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തിയെന്നുള്ളൂ. സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ക്യൂർ നടക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, എല്ലാ കമ്പനീസിനും അതിൻ്റെതായിട്ടുള്ളൊരു പോളിസി ടേംസ് ഉണ്ടായിരുന്നു. ഇത്ര പെർസെൻറ്റേജ് ഇങ്ങനെ ഇതിൽ നിന്നുള്ള വർക്ക് ഫോഴ്സ് ആയിരിക്കണം, അങ്ങനെ പല പിന്നെ ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു. കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ ഓരോന്ന് വേണ്ടി പറയാൻ അറിയില്ല. പക്ഷേ അത് കുറച്ച് ലിബറൽ ആയിട്ടുണ്ട്. അതേപോലെ ആ സമയത്ത് എന്താണോ പിന്നെ എക്കണോമിക് പ്രഷറിൽ അല്ലെങ്കിൽ അതിൽ പ്രഷറിൽ വരുന്നെന്നുണ്ടെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യാൻ എല്ലാവരും പിന്നെ നിർബന്ധിതരാവുകയാണ് നിലനിൽപ്പിന്. അപ്പം നമ്മൾ പറയില്ലേ നമ്മുടെ നാട്ടിലെ പിന്നെ വലിയ വലിയ കോർപ്പറേറ്റ്സൊക്കെ പല പൊളിറ്റിക്കൽ പാർട്ടീസിന് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന്. അതെന്താ വെച്ചാൽ അവർക്ക് അത് ലീനിയൻ്റ് ആവേണ്ട സാഹചര്യമാണ് നിലനിൽപ്പിന്. അന്ന് അത്രത്തോളം പേടിയായിരുന്നു. അതായത് ഞാൻ നാളൊരു കുറച്ച് ദിവസം മുന്നേ ഒരു പടം കണ്ട ദ ബോയ് ഇൻ സ്ട്രൈപ്ഡ് പജാമാസ് കണ്ടിട്ടുണ്ടോ? ദ ബോയ് ഇൻ സ്ട്രൈപ്ഡ് പജാമാസ്. അതായത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിന് സറൗണ്ടിങ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിൽ പറയുന്നുണ്ട്, അതായത് ആൾക്കാരെല്ലാവരും ഇതിനോട് അംഗീകരിച്ചിട്ടില്ലായിരുന്നു. ആ ടൈമിലും എല്ലാവരും അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ദേ വർ ഫോഴ്സ്ഡ്. എന്തിനാ അംഗീകരിച്ചിട്ടില്ല? ഈ ഹോളോകോസ്റ്റിനെ ഹോളോകോസ്റ്റ് നടക്കുന്നതിന് അംഗീകരിച്ചിട്ടില്ല. ഇതിന് അഗെയിൻസ്റ്റ് ആയിരുന്നു, ടോട്ടലി അഗെയിൻസ്റ്റ്. നാട് വിട്ട ആൾക്കാരുണ്ട്, ജർമ്മനിയിൽ നിന്ന് നാട് വിട്ട ആൾക്കാരുണ്ട്. അതായത് ആ സോൾജേഴ്സിൻ്റെ ഇടയിൽ ഏതെങ്കിലും അവരുടെ ഒരു ഫാമിലി മെമ്പർ ഇങ്ങനെ ഫാദറോ മദറോ ആരെങ്കിലും ഇതിനോട് അംഗീകരിക്കാതെ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ വരെ ഇതിന്ന് ട്രാൻസ്ഫർ ചെയ്യാനും ജോലി കളയാനുള്ള അധികാരം വരെ ഉണ്ടായിരുന്നു. അത്രക്കും ഒരു ഫോഴ്സ്ഫുൾ പ്രഷർ ഓരോ മേലുണ്ടായിരുന്നില്ലേ. എന്നാലും ഒരു എന്താ കാര്യം ഇങ്ങനെ ലൈക്ക് ഒരു നല്ലൊരു റീസൺ ഉണ്ടായിട്ടുണ്ടാവില്ല. ജസ്റ്റ് അത്രയും നോബൽ പ്രൈസ് വിന്നേഴ്സ് ഉള്ള രാജ്യമായിരുന്നു ജർമ്മനി ആ ടൈമിൽ. നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഇന്നോവേഷൻസ് നന്നുണ്ടായിരുന്നു. അവരെ എന്താ കാര്യം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക ജ്യൂസിനെതിരെ ഇങ്ങനെ തിരിയാൻ? അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്. അതിൻ്റെ ഒരു റൈറ്റ് ആൻസർ പലവർക്കും പല കൺസ്പിറസി തിയറീസാണ് അതിന്. പിന്നെ വേറെ അല്ലാത്തൊരു ഇതുണ്ട്. അതിൽ തന്നെ കാണിക്കുന്ന ഒരു സീനുണ്ട്, ഒരു പ്രൊപ്പഗാൻഡ ഫിലിം ഇവർ ഇറക്കുന്നുണ്ട്. അതായത് ക്യാമ്പിന്റെ ഉള്ളിൽ നമ്മളിപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്, പക്ഷെ ആ ടൈമിൽ പുറത്തിറക്കിയ ഒരുപാട് പ്രൊപ്പഗാൻഡ ഫിലിംസ് ഉണ്ടായിരുന്നു. അതായത് ക്യാമ്പിന്റെ ഉള്ളിൽ അവർ ഭയങ്കര സുഖവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന പല ഫിലിംസ്. അതേപോലെ ഗ്യാസ് ചാമ്പറിന് മരത്തിന്റെ ഡോറാണെന്നൊക്കെ, അവര് കഫേസിൽ പോയി ചില്ല് ചെയ്യണത്, ഗെയിം കളിക്കണത്, സ്വിമ്മിംഗ് പൂള്, തടിച്ചൊരാള് കാണുമ്പോ ജ്യൂസിനെ ജസ്റ്റ് അങ്ങനത്തെ ഒരു ക്യാമ്പിലാക്കി അവരവിടെ എൻജോയ് ചെയ്യണെന്നുള്ള ഒരു ഇമേജാണ് അവർ പുറത്തേക്ക് വിടാൻ നോക്കിയത്. അങ്ങനെ കുറെ ആൾക്കാര്. നന്ദി. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫയൽ തക്കു ഹോട്ടലിന്റെ ക്ലിയർ അല്ലേ? കമന്റിൽ അറിയിക്കട്ടെ. കമന്റിൽ കണ്ടിട്ട് നമുക്ക് ഇതെന്താ അതിനായിട്ടൊരു എപ്പിസോഡ് നമുക്ക് വെക്കാം. അത് വെക്കണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാർ കമന്റ് ചെയ്യും ഹോട്ടൽ എപ്പിസോഡ്. ഓക്കെ, എന്നായിക്കോട്ടെ. എന്നാൽ നമുക്ക് ഗൈസ് വേറൊരു എപ്പിസോഡിൽ വീണ്ടും ഇരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു. ഓക്കെ ബൈ.